പൗരത്വ നിയമ ഭേദഗതി സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് 200-ലധികം ഹർജികളാണ് കോടതിയിലെത്തിയത്. പരമോന്നത കോടതി ഇന്നത് പരിശോധിച്ചെങ്കിലും ഉടൻ ഒരു സ്റ്റേ നടപടിയിലേക്ക് പോയില്ല. കേന്ദ്ര സർക്കാരിനോട് ഹർജിക്കാരുടെ ആവശ്യത്തിന്മേൽ അഭിപ്രായം തേടിയിരിക്കുകയാണ് കോടതി. 3 ആഴ്ച സമയവുമുണ്ട്. ഏപ്രിൽ 8-ന് വീണ്ടും പരിഗണിക്കും. ഏപ്രിൽ 8-ന് ഇതിന്മേൽ സ്റ്റേ വേണമോ എന്ന കാര്യത്തിലാണ് കോടതി വാദം കേൾക്കാൻ പോകുന്നത്. അത് നിർണായകവുമാണ്. എന്നാൽ ഏതെങ്കിലും നിരക്കുള്ള കോടതി ഇടപെടൽ ആവശ്യമില്ലാത്ത നിയമ ഭേദഗതിയാണിതെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു കോടതിയിൽ. അതായത് ഹർജിക്കാർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ആർക്കും പൗരത്വം നഷ്ടപ്പെടാൻ ഒരു സാധ്യതയുമില്ലാത്ത ഒരു നിയമത്തെ ചൊല്ലി അനാവശ്യമായ ഭീതി പടർത്തുന്നുവെന്ന വാദം സർക്കാർ ആവർത്തിക്കുകയാണ്. ഏപ്രിൽ 8-ന് മുൻപ് സർക്കാർ കൊടുക്കുന്ന വിശദീകരണത്തിലും സ്വാഭാവികമായും അതുമാത്രമേ ഉണ്ടാകൂ. ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ പരിഗണിച്ചാൽ പൗരത്വ നിയമ ഭേദഗതി അപ്പോൾ തന്നെ റദ്ദാക്കി കളയേണ്ടി വരും എന്നാണ് ഹർജിക്കാർക്ക് വേണ്ടി കപിൽ സിബൽ അടക്കമുള്ളവർ വാദിച്ചത്. ഭരണഘടനാപരമായ നിയമപരമായ പരിശോധനയ്ക്കൊടുവിൽ നരേന്ദ്രമോദി സർക്കാരിന്റെ പൗരത്വ നിയമ ഭേദഗതി സുപ്രീം കോടതി കടലിലെറിയുമോ? അതോ അതിന്റെ നിയമ നടപടികൾ നീണ്ടുപോകുമോ? തെരഞ്ഞെടുപ്പിൽ അതായിരിക്കുമോ ഏറ്റവും വലിയ വിഭജന ആശയം? അങ്ങനെയെങ്കിൽ അതെങ്ങനെയൊക്കെ പ്രവർത്തിക്കും? എവിടെയൊക്കെ പ്രവർത്തിക്കും? ആരായിരിക്കും അതിന്റെ ചാമ്പ്യന്മാർ? ഈ വിഷയം സംസാരിക്കുകയാണ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി. എന്നോടൊപ്പം CPIM-ൽ നിന്ന് ശ്രീ KT കുഞ്ഞിക്കണ്ണൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ മുസ്ലിം ലീഗിന്റെ പ്രതിനിധി, സ്പ്രിംഗ് ടു മഹാദേവ് BJP നേതാവ് എന്നിവരാണ്. ആദ്യം ശ്രീ ഷിബു മീരാൻ, ഇപ്പോൾ നിങ്ങളുടെ പാർട്ടി പ്രതിനിധി സംഘം ഫുൾ ടൈം കോടതിയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. ഒരു സ്റ്റേ കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് കോടതിയെ സമീപിച്ചത്. പക്ഷെ ആ നിലയ്ക്കൊരു തീരുമാനം ഉണ്ടായില്ല. അല്ലെങ്കിൽ സ്റ്റേ കാര്യത്തിൽ വാദം കേൾക്കുന്നത് വരെ മറ്റു നടപടികൾ ഒഴിവാക്കി വെക്കണമെന്നൊരു നിർദ്ദേശം പോലും കോടതിയുടെ ഭാഗത്തുണ്ടായില്ല എന്നതിൽ നിരാശയുണ്ടോ? നിഷാദ്, ഇന്നത്തെ കോടതി നടപടികളെ സംബന്ധിച്ചിടത്തോളം നിരാശപ്പെടേണ്ടതായി ഒന്നുമില്ല. ഇന്നിപ്പോൾ കോടതിയിൽ നടന്നത്, നമ്മൾ സ്റ്റേ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു. കോടതിയിൽ കേന്ദ്ര സർക്കാർ 4 ആഴ്ചത്തെ സമയം ചോദിച്ചു. എന്നാൽ സർക്കാരിന് മറുപടി കൊടുക്കാൻ 3 ആഴ്ചത്തെ സമയം കൊടുത്തു. അതിനുശേഷം ചില സംഭവ വികാസങ്ങൾ കോടതിയിൽ ഉണ്ടാകുന്നുണ്ട്. കോടതിയിൽ ഇന്ദിരാ ജയ്സിംഗ് ഈ 3 ആഴ്ചക്കാലത്തെ സമയത്തിൽ കപിൽ സിബൽ അടക്കം പൗരത്വം അഥവാ പുതിയൊരാൾക്ക് ഗ്രാന്റ് ചെയ്യപ്പെട്ടാൽ അത് റിവേഴ്സ് ചെയ്യാൻ കഴിയില്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ കോടതി പറയുന്നത് ഗവൺമെന്റിന്റെ കയ്യിൽ ഇപ്പോൾ പൗരത്വ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറോ ആ നിയമവുമായി ബന്ധപ്പെട്ട് നിയമപരമായി ഉണ്ടാകേണ്ട സമിതികളോ രൂപീകരിച്ചിട്ടില്ല. അതുകൊണ്ട് 3 ആഴ്ചക്കുള്ളിൽ പൗരത്വം കൊടുക്കുക എന്നത് അസാധ്യമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കപിൽ സിബൽ കോടതിയിൽ ചോദിച്ചത്, അങ്ങനെ സംഭവിച്ചാൽ then we should have the liberty to move this court. ഈ കോടതിയിൽ സമീപിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം, ഒരു അനുവാദം ഞങ്ങൾക്കുണ്ടാവില്ലേ എന്ന് പരമോന്നത നീതിപീഠത്തോട് ചോദിക്കുമ്പോൾ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വി ആർ ഹിയർ എന്നാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ്. ആ അർത്ഥത്തിൽ ഇന്നത്തെ സുപ്രീം കോടതിയുടെ നടപടിക്രമങ്ങളെ ഞങ്ങൾ പോസിറ്റീവായി തന്നെയാണ് നോക്കിക്കാണുന്നത്. 3 ആഴ്ചത്തേക്ക് ഇത് നടപ്പാക്കപ്പെടില്ല എന്ന ഒരു ധാരണയിൽ തന്നെയാണ് കോടതിയും ഈ വിഷയത്തെ സമീപിക്കുന്നത്. അഥവാ നടപ്പാക്കപ്പെട്ടാൽ കക്ഷികൾക്ക് അടിയന്തരമായി കോടതിയിൽ ഇത് മെൻഷൻ ചെയ്യാനും ഉള്ള അവകാശവും അത് കേൾക്കാനുള്ള സന്നദ്ധതയും സുപ്രീം കോടതി അറിയിച്ചിട്ടുമുണ്ട്. ആ അർത്ഥത്തിൽ ഇന്നത്തെ കോടതി വിധിയെ, ഇന്നത്തെ കോടതി നടപടിക്രമങ്ങളെ ഞങ്ങൾ പോസിറ്റീവായി തന്നെ കാണുന്നു. ഇനി ഏപ്രിൽ 9-ന് കേസ് പരിഗണിക്കപ്പെടുമ്പോൾ ഇതിന്റെ മെറിറ്റിനകത്തുള്ള കുറെ കൂടി ശക്തമായ വാദഗതികൾ ഉന്നയിക്കപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുസ്ലിം ലീഗ് മാത്രമല്ല ഇന്ന് കോടതിയെ സമീപിച്ചിട്ടുള്ള എല്ലാ കക്ഷികളും ഇന്നത്തെ കോടതി നടപടികളെ നോക്കിക്കണ്ടിട്ടുള്ളത്. നിഷാദ്, അല്ല ഷിബു, നോക്കൂ, ഇതിനകത്ത് ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, നിയമപരമായി പ്രശ്നമുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് നേരത്തെ തന്നെയും നിങ്ങൾ ഹർജി നൽകിയിട്ടുള്ളത്. നിങ്ങളടക്കമുള്ള ഡസൻ കണക്കിന് ആളുകൾ ഹർജി നൽകിയിട്ടുള്ളത്. അപ്പോൾ കോടതിയെ സംബന്ധിച്ച് ഇത്തരം ഒരു നിയമം, കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന വലിയൊരു നിയമം റദ്ദു ചെയ്യുന്നതിനോ തടയുന്നതിനോ വിശാലമായ പരിശോധന ആവശ്യമുണ്ട് എന്ന് നമുക്കറിയാം. സാധാരണ നിലയ്ക്ക് മറ്റെന്തെങ്കിലും സ്റ്റേ ചെയ്യുന്ന പോലെ ഈസിയായി ചെയ്യാൻ കഴിയുന്നൊന്നല്ല. കോടതി അങ്ങനെ ചെയ്യുന്ന ഒരു രീതി ഉണ്ടെന്ന് തോന്നുന്നില്ല. സോ അതുകൊണ്ട് ഇതൊരു ടൈം എടുക്കുന്ന പ്രക്രിയ ആയിരിക്കും എന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ സംബന്ധിച്ച് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇടേണ്ടതാണ് എന്നാണ് നിങ്ങളുടെ പ്രയർ. പക്ഷെ കോടതി കുറച്ചുകൂടെ സമയമെടുത്ത് പരിശോധിച്ച് തീർപ്പാക്കേണ്ട ഒന്നാണ് എന്ന നിലയ്ക്കാണ് അതിനെ സമീപിക്കുന്നതെന്ന് തോന്നുന്നു. കൃത്യമായും ഞാൻ നേരത്തെ നിഷാദ് തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ നിയമം പാർലമെന്റിനകത്ത് പാസ്സാക്കിയ ഘട്ടത്തിൽ മുസ്ലിം ലീഗ് അടക്കം കക്ഷികൾ കോടതിയെ സമീപിച്ചതാണ്. അന്ന് സുപ്രീം കോടതിക്ക് മുൻപാകെ കേന്ദ്ര സർക്കാർ സ്വീകരിച്ച ഒരു സമീപനം, ഇതിനെ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല, അടിയന്തരമായി നടപ്പാക്കാനുള്ള ഒരു ഇന്റൻഷൻ ഞങ്ങൾക്കില്ലാത്തിടത്തോളം സ്റ്റേ കൊടുക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ ഇപ്പോൾ അവരെ നടപ്പാക്കുന്നതിലേക്ക് ചട്ടങ്ങളുടെ വിജ്ഞാപനം പുറത്തു വരുന്നു. ഞങ്ങൾ കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ഏറ്റവും അടിയന്തരമായത് ഒരു 3 ആഴ്ചത്തെ ടൈം സ്പാനാണ്.
അതിനിടയിൽ ഇത് നടപ്പാക്കുന്നിടത്തേക്ക് കേന്ദ്ര സർക്കാരിന് പോകാൻ കഴിയില്ല എന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി ഏപ്രിൽ 9 എന്ന ഒരു തീയതി തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ, സ്വാഭാവികമായും അന്നേ ദിവസം ഇതിന്റെ മെറിറ്റിൽ ഒരു വാദഗതി നടന്നേക്കാം. രണ്ടാമത് നമ്മളിതിനെ രാഷ്ട്രീയമായി നിരീക്ഷിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ഒരു വലിയ ധ്രുവീകരണത്തിന്റെ പ്രതീക്ഷ വെച്ചാണ് ഇത് കൊണ്ടുവന്നത്. ഹിന്ദി ബെൽറ്റിലൊക്കെ അവരതിന് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ BJPക്ക് പോലും ഇത് എത്ര പെട്ടെന്ന് നടപ്പാക്കുന്നിടത്തേക്ക് പോയാൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന് BJP ഭയപ്പെടുന്നുണ്ട് എന്നാണ് ഞങ്ങൾ നിരീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ആസാമിന്റെ മുഖ്യമന്ത്രിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഈ നിയമം തത്വത്തിൽ ഇന്നെഫക്റ്റീവാണ്. ഇന്ന് അദ്ദേഹം NRCയുമായി ബന്ധപ്പെട്ട് അവിടെ NRC പട്ടികയുടെ പുറത്തുപോയ 19 ലക്ഷം പേരുടെ കണക്ക് പുറത്തുവിട്ടുകൊണ്ട് പറയുന്നത് പരമാവധി 6 ലക്ഷം പേർ, അതിനപ്പുറത്തേക്ക് നിയമം ഇനി നടപ്പായാൽ പോലും പൗരത്വം ലഭിക്കില്ല. അതുകൊണ്ട് ഇതിനെ എതിർക്കുന്നവർ ആസാമിൽ ഭയപ്പെടേണ്ട എന്നാണ്. നേരത്തെ BJP മുന്നോട്ട് വെച്ച വാദം പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമൊക്കെ ഇവിടെ അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ ഒരു പ്രശ്നമാണിത്. അതുകൊണ്ട് ഇത് അടിയന്തരമായി തന്നെ നടപ്പാക്കുമെന്നൊരു ചലഞ്ചായിരുന്നു അമിത്ഷായുടെ ഭാഗത്ത് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നതെങ്കിൽ രാജ്യത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോൾ ഒരു വ്യത്യസ്ത സമീപനമാണ് സ്വീകരിക്കുന്നത്. ആസാമിൽ ഇത് തിരിച്ചടിക്കുമോ എന്ന് ഭയന്നിട്ടിപ്പോൾ ഇത് ഇന്നെഫക്റ്റീവാണ്. അപേക്ഷകളൊന്നും ഇപ്പൊ മിനിഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞത് ഇതുവരെ ഒരു അപേക്ഷയും വന്നിട്ടില്ല എന്ന നിലക്കാണ്. അപ്പൊ BJPയും ഇതിനകത്ത് പുലിവാല് പിടിച്ചു എന്ന മട്ടിലാണ് ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ കാണാൻ കഴിയുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ച് നിഷാദ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു വാചകം കൂടി പൂർത്തിയാക്കാൻ അനുവദിച്ചാൽ നിഷാദ്, ഇവിടെ ഇപ്പോൾ ഇത് നടപ്പാക്കുന്നതിനേക്കാൾ ആളുകൾക്ക് പൗരത്വം കൊടുക്കുന്നതിനേക്കാൾ BJP ലക്ഷ്യം വെച്ചിരുന്നത് രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കകത്ത് എവിടെയെങ്കിലും മതം മാനദണ്ഡമാക്കി ഒരു വിവേചനം കൊണ്ടുവരിക. അതൊരു തുടക്കമായി പരിഗണിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാകെ മതാത്മകമായ രൂപത്തിൽ പരിവർത്തിപ്പിക്കുക എന്ന ഇന്റൻഷൻ അപ്പുറത്ത് അഫ്ഗാനിസ്ഥാനിലെയോ പാകിസ്ഥാനിലെയോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലെയോ അഭയാർത്ഥികളായി കടന്നു വന്നിട്ടുള്ള ഒരു കൂട്ടം മനുഷ്യരോടുള്ള ഒരു സഹതാപവും ഇതിന്റെ പിന്നിലില്ല എന്ന് നമുക്ക് കുറെ കൂടി വ്യക്തമായി രാഷ്ട്രീയം മാത്രമാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് ഷിബു മീരാൻ. കെ.ടി. കുഞ്ഞിക്കണ്ണൻ, നോക്കൂ, ഇതിപ്പോൾ കോടതിയിൽ വരുന്നു, പലതരം വാദങ്ങൾ ഉയർന്നു വരുന്നു, സർക്കാരിൻ്റെ പോയിന്റ് പറയുന്നു, കോടതി ഒന്ന് മാറ്റിവെക്കുന്നു, വീണ്ടും കേൾക്കുന്നു, മാറ്റിവെക്കുന്നു. നേരത്തെ ഷിബു പറയുകയാണ് ഇത് ചർച്ചയാക്കപ്പെടുക, ഈ വിഭജനാശയം നിരന്തരം ഡിസ്കസ് ചെയ്യപ്പെടുക, അന്തരീക്ഷത്തിൽ നിൽക്കുക. സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത്രയുമേ ആവശ്യമുള്ളൂ. സ്റ്റേ ചെയ്യപ്പെടുന്നുണ്ടോ, നിയമം ആത്യന്തികമായി നിലനിൽക്കുന്നുണ്ടോ എന്നത് 2024 പൊതു തെരഞ്ഞെടുപ്പിന് ശേഷം കുറച്ചുകൂടി പ്രാധാന്യം കുറയാണ്. സോ അതുകൊണ്ട് ഈ ടൈമിൽ, ഈ സമയത്ത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഉപകാരപ്രദമായ ഡെവലപ്മെന്റ്സ് നടക്കുന്നു എന്നാണോ വിചാരിക്കേണ്ടത്? പൊളിറ്റിക്കലി വലിയ രീതിയിലുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള വളരെ പ്രകോപനപരമായ ഒരു നടപടിയാണ് CAA വിജ്ഞാപനം ഇറക്കിക്കൊണ്ട് BJP ചെയ്തത്. പക്ഷെ അവരുദ്ദേശിച്ച തരത്തിലല്ല അത് ഇന്ത്യൻ സമൂഹത്തിൽ പ്രതിഫലിച്ചിരിക്കുന്നത്. ഇവിടെ ഷിബു മിരാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വടക്ക് കിഴക്കൻ മേഖലയിൽ ഇത് വളരെ സങ്കീർണമായ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. BJPയും NDAയും ഒക്കെ വലിയ രീതിയിലുള്ള വൈരുദ്ധ്യങ്ങളെയാണ് ഇതുവഴി ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. അത് വളരെ സങ്കീർണമാണ്. അപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവരുദ്ദേശിക്കുന്ന തരത്തിൽ അത്ര എളുപ്പമല്ല CAA നടപ്പാക്കാൻ എന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ അവർ അയോധ്യയിൽ ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് ക്ഷേത്രമുണ്ടാക്കി പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോൾ അവരൊക്കെ പ്രതീക്ഷിച്ചത് വലിയ ധ്രുവീകരണം ഉണ്ടാക്കും, രാമഭക്തി ആഞ്ഞടിക്കും എന്നൊക്കെയാണ്. പക്ഷേ അത് സാധ്യമല്ല എന്ന് വന്നപ്പോഴാണ് വളരെ പെട്ടെന്ന് അവരാലോചിച്ച് അതിനൊരു കാരണം ഇലക്ട്രൽ ബോണ്ടിൻ്റെ ഒരു സമ്മർദ്ദമുണ്ട്. അത് BJPയെ വലിയ രീതിയിൽ വിചാരണ ചെയ്യപ്പെടുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവരൊട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് സുപ്രീം കോടതിയുടെ കർശനമായ നടപടി ഉണ്ടായത്. അപ്പോൾ ആ ഒരു പൊതു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കോടതി ഇക്കാര്യത്തിൽ വളരെ സങ്കീർണമായ ഒരു പ്രശ്നമാണ്. കോടതിയെ സംബന്ധിച്ചിടത്തോളം പരിശോധനയുടെ സമയത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ടാകും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കോടതിയിൽ ഇത് നിലനിൽക്കുന്നു എന്നുള്ളത്, 200ഓളം കേസുകൾ നിലനിൽക്കുന്നു എന്നുള്ളത്, അത് കോടതി പരിശോധിക്കുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം, നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുമ്പിൽ വന്നിരിക്കുന്ന വലിയൊരു വെല്ലുവിളിയാണ്. ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമം നടപ്പാക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് BJPക്കാർ പറയുന്നത്. ഇവിടെ കെ സുരേന്ദ്രനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നത് പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമമല്ലേ, നടപ്പാക്കുക മാത്രമേ വഴിയുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷേ പാർലമെൻറ്റ് ഏത് നിയമം അംഗീകരിച്ചാലും, ഇപ്പോൾ പൗരത്വ നിയമം തന്നെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മൂല നിയമം ഭരണഘടനയുടെ 2ാം ഭാഗത്ത് പറയുന്ന 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ നോക്കിക്കഴിഞ്ഞാൽ 11ാം ആർട്ടിക്കിളിലാണ് പാർലമെൻറ്റിന് പൗരത്വവുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ തീരുമാനിക്കാനും നിയമം ഉണ്ടാക്കാനും അവകാശം കൊടുക്കുന്നത്. പക്ഷേ അത് എങ്ങനെയാണ് ഭരണഘടനയുടെ അടിസ്ഥാന ദർശനങ്ങൾക്ക്, മൗലിക വ്യവസ്ഥകൾക്ക് കീഴ്പ്പെട്ടുകൊണ്ട് മാത്രമേ ചെയ്യാവൂ. ഭരണഘടനയുടെ മൗലികാവകാശ പട്ടികൾക്ക് തീർത്തും വിരുദ്ധമായ ഒരു നിയമമാണിത്. അത് 21ാം ആർട്ടിക്കിളിനെതിരാണ്, 25ാം ആർട്ടിക്കിളിനെതിരാണ്, എല്ലാത്തിനും ഉപരി എന്താണ്, അത് 14ാം ആർട്ടിക്കിളിന് എതിരാണ്. ഈ വിഷയമാണ് കോടതിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഞാനിപ്പോഴും കരുതുന്നത് കോടതിക്ക് ഇത് സത്യസന്ധമായി പരിശോധിക്കേണ്ടി വരും.
കോടതിക്ക് അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. അത് നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും അല്ല, അതൊക്കെ ശരിയാണ് കേട്ടി. ഞാൻ ചോദിക്കുന്നത് ഇത് നമുക്ക് നരേന്ദ്രമോദി സർക്കാർ ഇപ്പം നമുക്ക് ഓർമ്മയുണ്ടല്ലോ അമിത്ഷായുടെ 2019 പ്രസംഗം എന്താണ്? ക്രോണോളജി സംജയെ നിങ്ങൾ ഓർത്തു വെച്ചോളൂ, അതിൻ്റെ ഗണന. നമ്മൾ ആദ്യം CAA കൊണ്ടുവരും, പിന്നെ നമ്മൾ സെൻസസ് നടപ്പിലാക്കും, അത് കഴിഞ്ഞാൽ പിന്നെ NRC ആണ്. എല്ലാ നുഴഞ്ഞുകയറ്റക്കാരെയും നമ്മൾ ഓടിക്കും, എല്ലാ ചിതൽ പുറ്റുകളെയും നമ്മൾ ഓടിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം. എന്ന് വെച്ചാൽ അത് നമ്മുടെ ആഭ്യന്തര ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ നമ്മളിതാ ഒരു പ്രോജക്റ്റ് സ്റ്റെപ്പ് ചെയ്തിരിക്കുന്നു എന്നാണല്ലോ. അത് അവരെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അവർക്ക് ഗുണപ്പെടും. കോടതിയിൽ ശരിയാണ്, നിങ്ങൾ ഹർജിയുമായി പോയിട്ടുണ്ട്, കോടതി അതിൻ്റെ നിയമവശവും ഭരണഘടനാവശവും കേൾക്കും, സർക്കാരിൻ്റെ പൊസിഷൻ പറയും. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ പ്ലാൻ ഡണ്ണായി കഴിഞ്ഞാൽ ചോദിക്കാൻ ഞാൻ അല്ല, അവർ ഉദ്ദേശിച്ച തരത്തിൽ CAയും എന്താണ് ഇന്ത്യൻ സമൂഹം അത്ര വേഗം ഏറ്റെടുക്കും എന്ന് നമ്മൾ കാണുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ BJPക്കെതിരായിട്ട് 2019 ഇല്ലാത്ത വിധത്തിലുള്ള ഒരു വികാരം പല റീജിയനുകളും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് റീജിയണൽ കക്ഷികളുടെ പല ദൗർബല്യങ്ങളുള്ളപ്പോഴും തന്നെ ഐക്യപ്പെട്ടുകൊണ്ടുള്ള മത്സരത്തിൻ്റെ ഒരു സാധ്യത ഉയർന്നു വന്നിരിക്കുന്നത്. ഇതെല്ലാം തന്നെ BJPയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിൽ അതിൻ്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം, അതായത് ഒരു സർക്കാർ നിലക്ക് നിലനിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് 2024 തെരഞ്ഞെടുപ്പിൽ അത് നേരിടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ്, പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ്. അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ അവർ വളരെ പ്രകോപനപരമായ രീതിയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ആവശ്യമായിട്ട് എല്ലാ ആയുധങ്ങളും അവർ ഉപയോഗിക്കും. പക്ഷേ അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകാൻ ജനങ്ങൾക്ക് കഴിയും. പ്രത്യേകിച്ച് സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ടിൻ്റെ കാര്യത്തിൽ, കേരള സർക്കാരിനോട് കാണിക്കുന്ന സാമ്പത്തിക ഉപരോധത്തിൻ്റെ കാര്യത്തിലൊക്കെ എടുത്തിട്ടുള്ള നിലപാടുകൾ അമിത്ഷായ്ക്കും മോഡിക്കും ഒരു സൂചനയാണ്. ഈ വളരെ 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 നഗ്നമായ രീതിയിൽ നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന ദർശനങ്ങളെ മുഴുവൻ തന്നെ നിഷേധിക്കുന്ന ഒരു നിയമമാണ് യഥാർത്ഥത്തിൽ. ഭരണാധികാരം ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ വിഭജിക്കാൻ ഉണ്ടാക്കുന്ന പദ്ധതികൾ കോടതി തടയുമെന്ന ഒരു ശുഭപ്രതീക്ഷ പങ്കുവെക്കുകയാണ്. അല്ല, ശ്രീ പ്രിൻറ്റു മഹാദേവ്, ഇപ്പോൾ CAA ഇവിടെ ആരുടെയും പൗരത്വം കളയുന്നതല്ല, ഇത് കുപ്രചരണമാണ് എന്നതാണ് താങ്കൾ പറയാൻ പോകുന്ന ആദ്യത്തെ വാചകമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഈ ചർച്ചയിലുടനീളം BJP പാനലിസ്റ്റുകൾ സ്വീകരിച്ചു പോരുന്ന ഒരു നിലയാണത്. പക്ഷെ എൻ്റെ ചോദ്യം കുറച്ചുകൂടെ സ്പെസിഫിക് ആണ്. താങ്കൾ അതിൽ തുടങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കാരണം 2019 CAA പ്രക്ഷോഭകാലത്ത് അമിത്ഷാ പ്രസംഗിച്ചത് ക്രോണോളജി സംജയെ, അതിൻ്റെ ഗണന ഓർത്തേക്കണം. ആദ്യം വരുന്നത് CAA, പിന്നെ വരുന്നത് നാഷണൽ പോപ്പുലേഷൻ രജിസ്ട്രി, അത് കഴിഞ്ഞാൽ പിന്നെ NRC ആണ്. നമ്മളെല്ലാ ചിതൽപുറ്റുകളെയും നുഴഞ്ഞുകയറ്റക്കാരെയും ഓടിക്കും. അതിൻ്റെ ആദ്യ പടിയാണ് CAA എന്ന് അമിത്ഷാ പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ CAA കണ്ട് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ മതനിരപേക്ഷവാദികളായ മനുഷ്യർ വെറുതെ ഇരിക്കണം, കോടതിയിൽ പോവരുത് എന്നാണോ നിങ്ങൾ നിഷ്കളങ്ക ഭാവത്തോടെ ഉപദേശിക്കുന്നത്? അല്ല സർ, ഇതിനകത്ത് അങ്ങ് പറഞ്ഞതിൽ ഒരു നിഷ്കളങ്ക ഭാവം, അതിന്റെ ഒരു പ്രസക്തി ഇല്ല. അതൊരു നിഷ്കളങ്ക ഭാവമല്ലല്ലോ. ഒരു രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട തീർന്ന ഒരു പ്രശ്നം എന്ന രീതിയിലാണ് CAA ഭാരതീയ ജനതാ പാർട്ടിയും കേന്ദ്ര സർക്കാരും കൈകാര്യം ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, വിഭജനത്തിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ച് മതരാഷ്ട്രങ്ങളിൽ പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സംരക്ഷണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ CAA വന്നിട്ടുള്ളത്. ഈ രാജ്യത്തിലെ ഒരു പൗരനെ പോലും, അത് പറയാതെ വയ്യല്ലോ, ഈ രാജ്യത്തിലെ ഒരു പൗരനെ പോലും മതരാഷ്ട്രങ്ങളിൽ നിന്നുള്ള ആളുകൾ എന്നാണോ അതോ മതപരമായ പീഡനം അനുഭവിച്ച ന്യൂനപക്ഷങ്ങൾ എന്നാണോ? എന്താ ഈ നിയമം വിവക്ഷിക്കുന്നത്? റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിച്ച മൈനോറിറ്റീസ് എന്നാണ്. നിങ്ങളിപ്പോൾ പറയുന്നു മതരാഷ്ട്രങ്ങളെ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ, അങ്ങനെയാണോ? അതെ അതെ, മതരാഷ്ട്രമാണല്ലോ സാർ. ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും മതരാഷ്ട്രമാണല്ലോ. ആ മതരാഷ്ട്രങ്ങളിൽ അവർ മതപരമായ പീഡനങ്ങൾ അനുഭവിക്കുന്ന, സ്വധർമ്മം നിലനിർത്താൻ സാധിക്കാതെ അവിടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള അഭയാർത്ഥികളായി വന്നവരും, അതോടൊപ്പം തന്നെ ആ 2014 വരെയുള്ള കാലഘട്ടത്തിൽ ഇവിടെ വന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉദ്ദേശം. ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാനാണ്. അവിടെ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിക്കുന്ന ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ? ഹസാരകൾ, ഷിയാകൾ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ അവിടെ ഉണ്ട്, ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ. അവർ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവരാണ്, അവരെ വേണ്ടേ നമുക്ക്? ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ മതരാഷ്ട്രമാണെങ്കിൽ പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളെയാണ് നിങ്ങൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ പാകിസ്ഥാനിൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ചെറു ന്യൂനപക്ഷങ്ങൾ, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി ഉണ്ട്. ഈ ഷിയാക്കൾ, ഹസാരകൾ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകൾ, അവർ വലിയ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നുണ്ട്. അവർ വേണ്ടാന്ന് തീരുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അങ്ങനെയല്ല. മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വംശീയപരമായിട്ടുള്ള വിവേചനങ്ങൾ ഇല്ലാത്ത ഒരു മതമാണ് മുസ്ലിം. അതെല്ലാവർക്കും അറിയാലോ. ജാതീയപരമായിട്ടുള്ള പ്രത്യേകതകളില്ല, ജാതീയപരമായിട്ടുള്ള വേർതിരിവുകളില്ല,
സവിശേഷമായിട്ടുള്ള പ്രത്യേക സാഹചര്യമുള്ള മതമെന്ന രീതിയിൽ മുസ്ലിം സമുദായത്തിനിടയിൽ മുസ്ലിങ്ങൾ ഇതിന്റെ വിവേചനം അനുഭവിക്കുന്നു എന്ന് പറയുന്നതിന്റെ എന്താണ് താങ്കളുടെ ഒരു ലോകവിജ്ഞാനത്തെ കുറിച്ച് ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. അങ്ങനെ ഇല്ല, അങ്ങനെ പ്രത്യേകിച്ച് ഒരു സംഗതി ഇല്ല. ഒരേ ഒരു ചരടിൽ ഒരേപോലെ ഒരു നേതൃത്വത്തിന് കീഴിൽ അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു ധാരയാണ് മുസ്ലിങ്ങൾ എന്നാണോ താങ്കൾ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്? അല്ല, അങ്ങനെയാണല്ലോ. മുസ്ലിമിന്റെ സ്വത്വം എന്ന് പറയുന്നത് അത് ഖുർആനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നബിചര്യയുമായി ബന്ധപ്പെട്ട് ആക്രങ്ങളെ ഏതെങ്കിലും തരത്തിൽ വെല്ലുവിളിച്ചുകൊണ്ട് മാറുന്ന ആളുകളെ അവരെ സ്വീകരിക്കുന്നതൊന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെയോ ഭാരതത്തിന്റെയോ ഒന്നും ലക്ഷ്യമല്ല. സ്വാഭാവികമായി മതരാഷ്ട്രമാണ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം പറഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം പറഞ്ഞാൽ മതി. ഈ ഭാരതത്തിന്റെ ലക്ഷ്യം ആകെ കൂടി പറയല്ലേ? അതിപ്പോ കോടതി തീരുമാനിക്കണം. ഞാൻ ചോദിക്കുന്നത് ശ്രീലങ്കയിൽ അല്ല, അങ്ങനെ പറയും. ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ അവരെ ഒന്നും സ്വീകരിക്കേണ്ട കാര്യം ഭാരതത്തിനില്ല എന്ന് പറഞ്ഞെങ്കിൽ രാജ്യത്തൊരു കോടതിയുണ്ട്, അതൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടനാപരമായി നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ സാധനം ഭരണഘടനാപരമായി ശരിയാണോ ഇല്ലയോ എന്ന് കോടതി ഒന്ന് പരിശോധിച്ചോട്ടെ. ഞാൻ ചോദിക്കുന്നത് ശ്രീലങ്കയിൽ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്ന മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടേ? അല്ല, ശ്രീലങ്കയിൽ ഏതടിസ്ഥാനത്തിലാണ് മതപരമായിട്ടുള്ള വിവേചനം ഉണ്ടായിട്ടുള്ളത് സാർ? നിങ്ങൾ പറയാം. വംശീയമായ വിവേചനം മതപരമായ വിവേചനമല്ലല്ലോ. വംശീയമായ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നില്ലേ? അതിനെങ്ങനെ മതപരമായ വിവേചനം പറയാം? വംശീയമായ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവരെ വേണ്ട. വംശീയമായ പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവർ ഇന്ത്യൻ പൈതൃകത്തിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരികയാണ് ലക്ഷ്യമെന്ന് പ്രസംഗിക്കുന്ന ഒരു പാർട്ടിക്ക് വംശീയമായ വിവേചനം അനുഭവിക്കുന്ന തമിഴരെ വേണ്ടേ? അല്ല, വംശീയപരമായിട്ട് തമിഴർ അവിടെ വിവേചനം അനുഭവിക്കുന്നു എന്നുള്ള പറയുന്നതിന് അപ്പുറത്തേക്ക് ഇവിടെ വന്നിട്ടുള്ള 60,000-ഓളം തമിഴ് വംശർക്ക്, ഏകദേശം 1,00,000-ഓളം തമിഴ് വംശർക്ക് അഭയാർത്ഥികളായി ഇവിടെ നിശ്ചയിച്ചിട്ടുണ്ട്. ആ തമിഴരുടെ വിഷയവും ഈ അഫ്ഗാനിസ്ഥാനിലെയും നമ്മുടെ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും വിഷയങ്ങളെ നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ക്രോഡീകരിച്ച് കൊണ്ടുപോകല്ലേ? അതിനകത്ത് യുക്തിയില്ലല്ലോ. നമ്മളെ സംബന്ധിച്ച് അഭയാർത്ഥികളായിട്ടുള്ള 6-10 വർഷം ഇവിടെ കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പൗരത്വം കിട്ടുമല്ലോ. സ്വാഭാവികമായി പൗരത്വം കിട്ടുമല്ലോ. എവിടെ അഭയാർത്ഥി? നമ്മൾ അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമല്ല സാർ. നമ്മളൊരു അഭയാർത്ഥി കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമല്ല. നമ്മൾ ലോകത്ത് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യവുമല്ല. നമ്മൾ 51 കരാറിൽ ഒപ്പുവെച്ചിട്ടില്ല, പിന്നീട് വന്ന പ്രോട്ടോകോളിൽ ഒപ്പുവെച്ചിട്ടില്ല. ലോകത്ത് അഭയാർത്ഥികളെ സ്വീകരിക്കുന്ന രാജ്യമല്ല. അഭയാർത്ഥി എന്നൊരു സ്റ്റാറ്റസ് ഈ രാജ്യത്ത് ഇല്ലതാനും. ഇല്ലെങ്കിൽ പോലും ഈ രാജ്യത്ത് അഭയാർത്ഥികളായി വരുന്ന ആളുകളെ സ്വീകരിക്കും, അവർക്ക് സംരക്ഷണം. അഭയാർത്ഥികൾ എന്ന വാക്കില്ല. നിയമവിരുദ്ധമായി വരുന്ന മൈഗ്രൻസ് എന്ന വാക്കേ നമുക്കുള്ളൂ. അല്ല, അതന്നെ ഞാൻ പറയട്ടെ. അനധികൃതമായി കടന്നു വരുന്ന കുടിയേറ്റക്കാരാണെങ്കിൽ പോലും അവർക്ക് സുരക്ഷിതമായ സാഹചര്യങ്ങൾ ഒരുക്കിയ രാജ്യമാണ് ഭാരതം. അതുകൊണ്ട് തിബറ്റൻ ജനത വന്നിട്ടുണ്ട്, റോഹിംഗ്യകൾ വന്നിട്ടുണ്ട്. ഈ വന്നവരാരെയും ഞങ്ങൾ പുറത്താക്കുമെന്ന് എവിടെയും ഈ CAA പറയുന്നില്ലല്ലോ. അങ്ങനെ പറയുന്നുണ്ടോ? വന്ന ആരെങ്കിലും, ഇവിടെ അഭയാർത്ഥികളായി വന്നിട്ടുള്ള ആരെങ്കിലും പുറത്താക്കുമെന്ന് CAA പറയുന്നുണ്ടോ? പറയുന്നില്ലല്ലോ. പിന്നെ അവരെന്താ ചെയ്യാൻ കഥകളും ഇല്ലാ വചനങ്ങളും നേരത്തെ ഈ മുസ്ലിം ലീഗിന് ഇവിടെ വന്നു ചേർന്ന ആളുകൾക്ക് പൗരത്വം കൊടുക്കാനുള്ള ആലോചന നടത്തുമ്പോൾ കുറച്ചു പേർക്കേ കൊടുക്കും, ബാക്കിയുള്ളവർ എന്താ ചെയ്യാൻ പോന്നെ? എന്ന് പറയുന്ന അല്ല, ബാക്കിയുള്ളവരെ നിങ്ങൾ എന്താ ചെയ്യാൻ പോന്നേ? എങ്ങനെയാണ് സാർ? അല്ല, ഞങ്ങൾ വന്നിട്ടുള്ള എല്ലാവരെയും പുറത്താക്കുന്നില്ലല്ലോ, എല്ലാവരെയും ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യുന്നില്ലെന്നാണ് താങ്കൾ ചോദിച്ചത്. അതിൽ എനിക്ക് തർക്കമുണ്ട്. പക്ഷെ നിങ്ങൾ ഈ പൗരത്വം ഇല്ലാതെ ഇവിടെയുള്ള ആൾക്കാരെ എന്ത് ചെയ്യാൻ പോവാ? അല്ല, പൗരത്വം ഇല്ലാത്ത ആളുകൾക്ക് ഈ രാജ്യത്ത് 10 വർഷം മുമ്പ് ഇവിടുത്തെ സ്വാഭാവികമായ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് പൗരത്വം പറ്റില്ല. അഭയാർത്ഥി സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാർ എങ്ങനെ നിൽക്കും? നിങ്ങൾ എന്തിനാ ഡിറ്റൻഷൻ സെന്റർ പണിയുന്നത് അറിയാമോ? ഡിറ്റൻഷൻ വേണമല്ലോ. നമുക്ക് ഒരു രാജ്യത്തിലേക്ക് സാഹചര്യത്തിൽ കൃത്യമായിട്ട് അറിയണ്ടേ ആരാണ് അഭയാർത്ഥികൾ, അഭയാർത്ഥികൾ അല്ലാത്തവരാര്? ഇത് അറിയുന്നല്ലോ രാജ്യത്തിന്. എങ്ങനെ അറിയാം? ഈ റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിച്ചു വന്നിട്ടുള്ള ആളുകളെ എങ്ങനെ തിരിച്ചറിയാം? എന്താണ് സാർ? റിലീജിയസ് പെർസിക്യൂഷൻ അനുഭവിച്ചു വന്നിട്ടുള്ള ആളുകളെ നിങ്ങൾ എങ്ങനെയാണ് വർഗീകരിക്കുക? കേൾക്കാൻ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ അതിന് സോറി. ഇപ്പോൾ സ്കൈപ്പിലായതിൻ്റെ ഒരു ചെറിയ ഇഷ്യൂ ആണ്. ഞാൻ ചോദിക്കുന്നത്, ഈ റിലീജിയസ് പെർസിക്യൂഷൻ ഉണ്ടല്ലോ, ഈ മതപരമായ പീഡനം അനുഭവിച്ചു വന്നവർ, അവരെ എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തുക? അവരെ എങ്ങനെയാണ് നിങ്ങൾ സ്ഥിരീകരിക്കുക? അല്ല, അതിന് 3 രാജ്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നല്ലോ, മതരാജ്യങ്ങളായിട്ടുള്ള 3 സ്ഥലങ്ങളിൽ. അപ്പൊ അവിടുന്ന് അവിടുന്ന് ആർക്കും വരാം, ഇല്ലീഗൽ മൈഗ്രൻസിന് ആർക്കും വരാം. ഇവിടെ വന്നിട്ട് റിലീജിയസ് പെർസിക്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എടുക്കും. അഫ്ഗാനിസ്ഥാനിലെ ബുദ്ധൻ
അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലെ ജൈനമതത്തിൽപ്പെട്ട ആള് ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ട് ടൂറിസ്റ്റ് വിസയിൽ വന്ന് താമസിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഒരാൾക്ക് ഇവിടെ വരണം. അഫ്ഗാനിസ്ഥാനേക്കാളും ബെറ്റർ കൺട്രി അല്ലേ ഇന്ത്യ? ബംഗ്ലാദേശിനേക്കാളും ബെറ്റർ കൺട്രി അല്ലേ ഇന്ത്യ? പാകിസ്ഥാനേക്കാളും ബെറ്റർ കൺട്രിയാണ് ഇന്ത്യ. അവിടെ ഒരാൾക്ക് ഇങ്ങോട്ട് വരണമെന്ന് തോന്നുകയാണ്. എന്നെ മതപരമായ പീഡനം എഴുതി തന്നാൽ എടുക്കും അമിത്ഷാ. ഞാൻ ഈ ഒരു സാങ്കേതിക പ്രശ്നമുണ്ട്. ഞാനിങ്ങനെ പറയുമ്പോൾ നിങ്ങൾ പറയും എനിക്കത് എന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായി. എന്ന് വെച്ചാൽ അവിടുന്ന് വരുന്ന എല്ലാവരും മതപീഡനം അനുഭവിച്ച് വരുന്നവരാണ്. അതിന് പ്രത്യേകിച്ച് രേഖയൊന്നും വേണ്ടെന്നാണ് അല്ലേ? അതല്ലേ? അല്ല, അതിന് രേഖയുടെ ആവശ്യമില്ല സാർ. ഇന്നും ഡൽഹിയിലെ ടെന്റുകളിൽ നിങ്ങൾ പോയിട്ടൊന്ന് പരിശോധിക്കുക. രാജ്യത്തിന്റെ നിയമത്തെ ടെന്റുകളൊന്ന് പരിശോധിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങൾ അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കുക, അവരുടെ ചരിത്രം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും അവർ ഈ മതഘടനകൾ അനുഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അവിടുന്ന് വന്ന എല്ലാവരും ടെന്റിൽ താമസിക്കുന്നതാണ് പ്രിന്റ് മനസ്സിലാക്കിയിരിക്കുന്നത്. എന്താണ് സാർ? അവിടുന്ന് വന്ന ആൾക്കാരെല്ലാം ഇവിടെ ടെന്റിൽ താമസിക്കുകയാണോ? ഇത്രയും വർഷമായിട്ട് ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാത്ത രീതിയിൽ ഈ രാജ്യത്തെ ആനുകൂല്യങ്ങളൊന്നും കിട്ടാതെ അഭയാർത്ഥികളായിട്ട് നരക അനുഭവിക്കുന്ന ഒരുപറ്റം ആളുകൾക്ക് ഏകദേശം ഐബിയുടെ കണക്ക് പ്രകാരം 32,000 പേരാണ് സാർ. ആ 32,000 പേരുടെ ബാധിക്കുന്ന ഒരു വിഷയത്തെ നിങ്ങൾ ഇങ്ങനെ വർഗീയമായ ചേരിതിരിവ് ഉണ്ടാക്കിയിട്ട് ഈ CAA എന്ന് പറയുന്ന ഹിന്ദുവിനെയും മുസ്ലിമാനെയും മുസ്ലിം സമുദായത്തെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണെന്ന് പറഞ്ഞ് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കുന്ന നിങ്ങളുടെ ശ്രമമല്ലേ സാർ സത്യത്തിൽ ഈ രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്നത്? ഞാനൊന്ന് ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലായി. അതായത് ഈ പറയുന്ന അഭയമില്ലാത്ത പാവം മനുഷ്യർ, മുസ്ലിം രാജ്യങ്ങളിൽ പീഡനം അനുഭവിക്കുന്ന ഹിന്ദുക്കൾ, ജൈനർ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, അവർക്ക് കൊടുക്കാനുള്ള നിഷ്കളങ്ക നീക്കം, എനിക്ക് ഞാൻ തർക്കമില്ല, തർക്കിച്ചിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കുന്നത് ആദ്യം CAA, പിന്നെ സെൻസസ്, അത് കഴിഞ്ഞാൽ NRC, എല്ലാ ചിതൽപുറ്റുകളെയും പുറത്താക്കും. അമിത്ഷായുടെ ഈ സ്റ്റേറ്റ്മെന്റ് താങ്കൾ ഓൺ ചെയ്യുന്നുണ്ടോ അതോ തള്ളിക്കളയാണോ? അല്ല, അമിത്ഷാ അങ്ങനെ ഇപ്പൊ ഞാൻ പറയട്ടെ, CAA വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് പോലും ഒരാളെ പുറത്താക്കുക എന്ന് പറയുന്ന ഒരു നയം ഇല്ലല്ലോ സാർ. ഞാൻ ചോദിച്ചതാണ്, താങ്കൾക്ക് ഈ പ്രസംഗത്തിൽ ലിങ്ക് ഞാനിപ്പോൾ അയച്ചുതരും. പ്രസംഗത്തിലല്ല, ഞാൻ ഈ ഇന്റർവ്യൂവിന്റെ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ലിങ്ക് അയച്ചുതരും. ആഖ്യാനവും നടത്തുക എന്നുള്ളത് പ്രഹസനം എന്നേ എനിക്ക് പറയാനുള്ളൂ. അതിലെങ്ങനെ ആഖ്യാനം നടത്തുക? NRC നടപ്പിലാക്കിയിരിക്കുന്നു. കാര്യവും നടപ്പിലാക്കുന്ന കാര്യവും തമ്മിൽ വരുന്ന സമയത്ത് നടപ്പിലാക്കാതെ മുൻകൂട്ടിയിട്ട് പ്രളയം വരുന്നു എന്ന് പറഞ്ഞിട്ട് പ്രളയം വരുന്നു എന്ന് പറയുന്നത് പോലെയല്ലേ സാർ? ഞാൻ പറയുന്നത് അമിത്ഷായുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ചാണ്. ആപ് ക്രോണോളജി സംജിയെ പെഹലെ CAA ആയേഗ, പിന്നെ അത് കഴിഞ്ഞ് NRC വരും എന്നാണ് അദ്ദേഹം പറയുന്നത്. NRC വരുമ്പോൾ ചിതൽപുറ്റുകളെ പുറത്താക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താങ്കൾക്ക് തർക്കമുണ്ടെങ്കിൽ ഞാൻ താങ്കൾക്ക് ലിങ്ക് അയച്ചു തരാം. 2019 CAA പ്രക്ഷോഭകാലത്താണ് അമിത്ഷാ അങ്ങനെ പ്രസംഗിക്കുന്നത്. NRC അസമിൽ നടപ്പിലാക്കിയതാണ്. 1 കോടിയിലധികം ആളുകൾ പുറത്തുപോയതാണ്. വീണ്ടും ഇളവുകളോടെ നടത്തിയപ്പോൾ 19 ലക്ഷം പേര് പുറത്തുപോയതാണ്. ആ പുറത്തുപോയതിൽ 19 ലക്ഷത്തിൽ 5 ലക്ഷം പേർ മുസ്ലിങ്ങളും ബാക്കി 14 ലക്ഷം പേർ നോൺ മുസ്ലിംസും ആയിരുന്നു. അപ്പോഴാണ് ഇനി ഒരു നിവൃത്തിയില്ല, ഇങ്ങനെ ഒരു CAA കൊണ്ടുവന്നാൽ അല്ലാതെ അവരെ നിലനിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാവുകയും CAA കൊണ്ടുവന്ന് നോൺ മുസ്ലിംസിനല്ലാത്ത എല്ലാവർക്കും ഇവിടെ നിൽക്കാം, മുസ്ലിംസിൻ്റെ പൗരത്വം മാത്രമേ സാങ്കേതികമായ പ്രശ്നമാവും നിങ്ങൾ സ്ഥാപിക്കുന്നത്. ഇതറിയാത്തവരായിട്ട് ഇന്ത്യയിൽ ആരും പത്രം വായിക്കുന്നവരില്ല. അപ്പോൾ നിങ്ങളുടെ NRC നിങ്ങളുടെ പ്ലാനിലുണ്ടോ ഇല്ലയോ? അമിത്ഷായെ താങ്കൾ പ്രിന്റു മഹാദേവ് എന്ന BJP ലീഡർ അമിത്ഷായെ തള്ളുകയാണോ കൊള്ളുകയാണോ? അത് പറയാമോ? നമുക്ക് അടുത്തതിലേക്ക് കിടക്കായിരുന്നു. അല്ല, ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ CAA വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നടപ്പിലാക്കാത്ത ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായിട്ട് ചർച്ച പറയാനോ അഭിപ്രായം പറയാനോ നിങ്ങളുടെ ഒരു 3 ഫേസ് പദ്ധതിയാണിത്. ഇതൊരു 3 ഫേസ് പദ്ധതിയാണ്. അതുണ്ടെന്നാണ് അമിത്ഷാ പറയുന്നത്. ഞാൻ അമിത്ഷായ്ക്ക് വേണ്ടി എനിക്കിപ്പോൾ അമിത്ഷായോട് ചോദിക്കാൻ നിർവാഹമില്ല, ഞാൻ പ്രിന്റിനോട് ചോദിക്കുകയാണ്. അമിത്ഷാ പറയുന്നു ഞങ്ങളുടെ പദ്ധതി ഇതാണെന്ന്. ആ പദ്ധതിയുടെ വേരുകൾ കാണാൻ നേരെ പുറകിലേക്ക് പോയാൽ MS ഗോൾവൽക്കറുടെ പുസ്തകത്തിലും കാണാൻ പറ്റും. ഇപ്പോൾ 2019 നിന്നുകൊണ്ട് അമിത്ഷാ പറയുന്നു ഞങ്ങളുടെ ഉദ്ദേശം ഈ നുഴഞ്ഞുകയറ്റക്കാരെ ചിതൽപുറ്റുകളെ പുറത്താക്കലാണെന്ന്. അമിത്ഷായെ പ്രിന്റു മഹാദേവ് ഓൺ ചെയ്യുന്നുണ്ടോ ഇല്ലയോ? അതോ അദ്ദേഹം വെറുതെ ഒരു തമാശകൾ പറഞ്ഞാണ് നിങ്ങൾ വിചാരിക്കുന്നത്? പാർട്ടിയുടെ നയം അനുസരിച്ച് പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി ഓൾ ഇന്ത്യ പ്രസിഡന്റും പറയുമ്പോൾ അതിൽ യുക്തിസഹമായ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ അത് ഒരു പ്രവർത്തകൻ എന്ന രീതിയിൽ എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. എന്ന് വെച്ചാൽ ചർച്ച എന്ന് പറയുന്നത് CAA-യുമായി ബന്ധപ്പെട്ടത്. അതിലേക്ക് നിങ്ങൾ NRC കൊണ്ടുവരല്ലേ? നിങ്ങൾ NRC-യെയും അതോടെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്ററിൽ കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തിലെ മുഴുവൻ മുസ്ലിം ജനസമൂഹത്തെ ആശങ്കയിലാക്കിക്കൊണ്ട് ഈ രാജ്യത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ മുതലെടുപ്പിനും മതവർഗീയ സംഘർഷങ്ങൾക്കും നിങ്ങൾ CAA കൊണ്ടുവരും, അത് കഴിഞ്ഞ് NRC കൊണ്ടുവരുമെന്ന്. നിങ്ങൾ NRC അസമിൽ നടപ്പിലാക്കിയവരല്ലേ? എത്ര ലക്ഷം ആൾക്കാരെ പുറത്താക്കിയവരാണ് നിങ്ങൾ. നിങ്ങൾ പറയുന്ന CAA നിഷ്കളങ്കമാണെന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ വിശ്വസിക്കണോ? നിങ്ങൾ ഓൾറെഡി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഞങ്ങൾ NRC ആണ് ഞങ്ങളുടെ പ്ലാൻ. NRC ആണ് എന്ന് വെച്ചാൽ ഞങ്ങളുടേത് പൗരത്വ രജിസ്ട്രിയാണ് ഞങ്ങളുടെ പ്ലാൻ എന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്.
താങ്കൾ ഇപ്പോൾ അതിനകത്ത് വളഞ്ഞു കളിച്ചിട്ട് പാർട്ടി കാര്യമുണ്ടോ? പ്രഖ്യാപിച്ച കാര്യങ്ങളുമായിട്ട് പാർട്ടി മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. രണ്ടും കൂടെ പറയില്ലേ? പക്ഷെ ഇപ്പോഴുള്ള വിഷയം എന്ന് പറയുന്നത് CAA അല്ല സാർ. നമ്മൾ നടപ്പിലാക്കാത്ത ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്ത് നമ്മുടെ എനർജി വെറുതെ വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾക്ക് അതിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ആളുകൾ ആശങ്കയിലാക്കാം. അത് ആ ദൗത്യം നിങ്ങൾ നന്നായി നിങ്ങൾ നിർവഹിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രാജ്യത്തെ ഒരു പൗരനെ പോലും ബാധിക്കാത്ത ഒരു പ്രശ്നത്തിന്റെ പേരിലാണ് നിങ്ങൾ രാജ്യത്ത് വീണ്ടും കലാപത്തിലേക്ക് നയിക്കുന്നുള്ള കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർക്കുന്നത് വളരെ യുക്തിസഹമായി ഓർക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഒരു കലാപവും ഇല്ലല്ലോ, മുമ്പും ഇല്ല ഇപ്പോഴും ഇല്ല. ഈ വിഷയത്തിൽ ഒരു വളരെ ഡെമോക്രാറ്റിക് സ്വഭാവമുള്ള പ്രൊട്ടസ്റ്റുകളേ ഉള്ളൂ. ഇവിടെ കലാപം ഇല്ല. നമുക്ക് ഇതിനകത്തൊരു കാര്യമുള്ളത്, ഇതിനകത്തൊരു സംഗതി ഉള്ളത്, ഇത് ഡൽഹി കലാപം ഉണ്ടായത് എങ്ങനെയാണ്? അതിന്മേൽ ഒരുപാട് തർക്കമുണ്ട്. ഡൽഹിയിൽ സമാധാനപരമായി സമരം നടന്ന ആൾക്കാരെ ഗോലിമാരോ സാലംഗോ എന്ന് വിളിച്ചു പറഞ്ഞ ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രിയാണ്. വെടിവെച്ച് കൊല്ലണം എല്ലാത്തിനെയും എന്ന് പറഞ്ഞ് പ്രകോപന പ്രസംഗം നടത്തിയത് ആരാണ്? നിങ്ങളുടെ പോലീസ് വളരെ ആരാണ് പ്രകോപനം ഉണ്ടാക്കിയത്? ആരാണ് കലാപത്തിന് തീകൊടുത്തത്? ആരാണ് ഈ സമരക്കാരെ മുഴുവൻ, ഈ ഷഹീൻ ബാഗിലെ സമരക്കാരെ മുഴുവൻ വെടിവെച്ച് കൊല്ലണം എന്ന് പരസ്യമായി പ്രസംഗിച്ചയാൾ ഇന്ന് കേന്ദ്ര സർക്കാരിൽ മന്ത്രിയാണ്. നിങ്ങൾ അങ്ങനെ പ്രസംഗിച്ച വിദ്വേഷ പ്രസംഗകരെ, കലാപത്തിന് വഴിമരുന്നിട്ട് എന്ന തരത്തിൽ പ്രസംഗിച്ചവരെ മന്ത്രിസഭയിൽ അക്കോമഡേഷൻ കൊടുത്ത് റിവാർഡ് ചെയ്തവരാണ്. നിങ്ങൾ കലാപത്തെക്കുറിച്ച് സംസാരിക്കുന്ന കേൾക്കാൻ കൗതുകമുണ്ട്. ഞാൻ വരാം. കെട്ടിക്കുഞ്ഞിക്കാൻ നമുക്ക് ഇത് കുറച്ച് ആളുകളെ മാത്രം പരിഗണിക്കാനുള്ള നിയമമാണ്, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ടുള്ള വിഭജനാശയമാണ്, തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ്, സ്വാർത്ഥ നേട്ടമാണെന്നൊക്കെ പറയുമ്പോഴും ഇതിനപ്പുറത്തേക്ക് ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് എന്ന് പറയുന്ന സംഗതിയുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും. ഇവിടെ BJPയുടെ പ്രതിനിധി പ്രിൻറ്റു മഹാദേവൻ വെറുതെ വാദിക്കുകയാണ്. ആ വാദം എന്തിനാണ്? ഏറ്റവും ഹീനമായ ഒരു നിയമത്തെ ന്യായീകരിക്കുകയും രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പൗരന്മാരെ വിഭജിക്കുകയും ചെയ്യുന്ന വളരെ ആസൂത്രിതമായ ഒരു നീക്കത്തെ സാധൂകരിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതിന് അദ്ദേഹം ഉപയോഗിക്കുന്ന വഴി എന്താണ്? ഈ CAA എതിർക്കുന്ന നമ്മൾ, അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറയുന്ന നമ്മളെല്ലാം കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. കലാപമുണ്ടാക്കിയ ആൾ, ഷഹീൻ ബാഗിൽ കലാപമുണ്ടാക്കിയ ആളുണ്ടല്ലോ, അയാൾ ഇന്ന് വാർത്താ വിനിമയ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഈ സമീപകാലത്ത് കോഴിക്കോട്ട് വന്ന് ചില പർച്ചേസിങ് നടത്താൻ ശ്രമിച്ചതൊക്കെ നമ്മൾ പത്രങ്ങളുടെ മാധ്യമങ്ങളുടെയൊക്കെ വായിച്ചാണ്. ആ യോഗത്തിൽ എന്താണ്, ചില പത്രങ്ങളെയും മീഡിയയൊക്കെ ഒഴിവായിക്കൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ രാജ്യത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിഭജിക്കാനും RSSൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയനുസരിച്ച് നിങ്ങൾ അനഭിമതരാണെന്ന് കാണുന്ന ജനങ്ങളെ വംശീയമായി തന്നെ ഉച്ചാടനം ചെയ്യാനുമുള്ള ഒരു പ്രത്യയശാസ്ത്ര പദ്ധതിയുണ്ട്. അവർ നാഷണൽഹുഡ് ഡിഫൈൻഡ്. ഗോൾവാൾക്കറുടെ വളരെ കുപ്രസിദ്ധമായ പുസ്തകം, ആ പുസ്തകം പ്രിൻറ്റു മഹാദേവ് വായിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ആ പുസ്തകത്തിൽ എന്താ പറയുന്നത്? ജർമ്മൻ മാതൃക എടുക്കണം, സെമിറ്റിക് മതങ്ങളെ ഉന്മൂലനം ചെയ്ത ജർമ്മൻ മാതൃക, നാസി മാതൃക സ്വീകരിക്കണമെന്നാണ് പ്രിൻറ്റു മഹാദേവ്. ഈ അമിത്ഷാ പാർലമെൻറ്റിൽ 2019 കൊണ്ടുവന്ന ഈ നിയമമുണ്ടല്ലോ, ഒരു ജർമ്മൻ മാതൃകയാണ്. 1930 ന്യൂറൻബർഗ് റേസ് ലോസിന് തുല്യമായിട്ടുള്ള, വംശീയ നിയമങ്ങൾക്ക് തുല്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ നരേന്ദ്രമോദിക്ക് സമാനനായി, നരേന്ദ്രമോദിയെ പോലെ തന്നെ ഭരിക്കുന്ന ഒരാളുണ്ട് ഇസ്രയേലിൽ. ലിക്കുഡ് പാർട്ടിയുടെ നേതാവാണ്. ലിക്കുഡ് പാർട്ടി ഇസ്രയേലിൽ നടപ്പാക്കിയ പൗരത്വ നിയമമുണ്ടല്ലോ, അവിടുത്തെ അറബ് മുസ്ലിങ്ങളെയും അതേപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളെയും ഒക്കെ തന്നെ പൗരരായി കാണാൻ കഴിയില്ല എന്ന നിയമം, അതിനൊക്കെ സമാനമായിട്ടുള്ള വംശീയമായൊരു നിയമമാണിത്. നിങ്ങളെങ്ങനെയാണ് രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന ജനവിഭാഗത്തെ മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ കാണേണ്ടത്? ഇവിടെ നിഷാദ് ചോദിച്ചതും ഈ CAA സംവാദങ്ങളിൽ, തർക്കങ്ങളിൽ നമ്മൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചോദ്യം എന്താണ്? നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ മ്യാൻമറിൽ രോഹിംഗ്യകളില്ലേ, നിങ്ങളെന്താണ് പറഞ്ഞത്? പാകിസ്ഥാനിൽ പീഡനം അനുഭവിക്കുന്നത് ഹിന്ദുക്കളല്ല കേട്ടോ, ഏറ്റവും കൂടുതൽ പീഡനം അനുവദിക്കുന്നത് അഹമ്മദിയ മുസ്ലിങ്ങളാണ്, ബലൂജികളാണ്. ആ ബലൂജികളുടെയും അഹമ്മദിയ മുസ്ലിങ്ങളുടെയും പീഡനം അവിടുത്തെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന ഒരു പീഡനമായിട്ട് നിങ്ങൾ കാണുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ നിയമത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെ ഒഴിച്ചു നിർത്തി മുസ്ലിങ്ങളായ ആളുകൾക്കും പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നല്ലോ. അപ്പൊ മുസ്ലിങ്ങളായ ആളുകൾക്ക് പൗരത്വം കൊടുക്കില്ല, പൗരത്വം കൊടുക്കുന്ന ഹിന്ദുക്കൾക്കാണ്, ക്രിസ്ത്യാനികൾക്കാണ്, സിഖുകാർക്കാണ്, ബൗദ്ധർക്കാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിലിരിപ്പ് കൃത്യമാണ്. മിസ്റ്റർ ഗോൾവാൾക്കറുടെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയിൽ നിന്ന് നിങ്ങളെന്താണ്, നിങ്ങൾക്ക് അനവിമതരമായ, ഇപ്പം ഗോൾവാൾക്കർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ആരൊക്കെയാണ് ആഭ്യന്തര വിപത്തുക്കൾ. നിങ്ങളുടെ അനവിമതരാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലേ പ്രിൻ്റെ ഈ മണിപ്പൂരിൽ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മ്ലേച്ഛ ജാതിക്കാരെന്നും ക്രിസ്ത്യാനികളെന്നും ഹിന്ദുക്കളുടെ ധർമ്മസ്ഥലം നശിപ്പിക്കാൻ വന്നവരെന്നും പറഞ്ഞുകൊണ്ടല്ലേ
നിങ്ങൾ മെയ്തി ലിപ്പൂൺ പോലുള്ള ഈ VHPയുടെ മണിപ്പൂർ രൂപങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പാവപ്പെട്ട ക്രിസ്ത്യാനികളായി തീർന്ന ഗോത്ര ജനതയെ വേട്ടയാടുന്നത്. അപ്പം നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ്, നിങ്ങളുടെ ഒരു തിയററ്റിക്കൽ അജണ്ടയാണ് ഈ ന്യൂനപക്ഷങ്ങളായ ഈ മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കി ഈ രാജ്യം ഒരു ഹിന്ദു രാഷ്ട്രമാക്കണം. 2025 ആകുമ്പോഴേക്കും നിങ്ങൾ RSSന്റെ ശതാബ്ദി വർഷത്തിൽ ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കാനുള്ള ഒരു ചുവടുവെപ്പ് എന്ന നിലക്ക് തന്നെയാണ് ഈ CAA നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. പാർലമെന്റിനകത്തും പുറത്തും നിങ്ങളുടെ CAAയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ആ കാലത്തെ നിയമമന്ത്രിമാർ തന്നെ നടത്തിയിട്ടുള്ള അഭിമുഖങ്ങൾ, അവിടെ നൽകിയിട്ടുള്ള വിശദീകരണങ്ങൾ എല്ലാം തന്നെ എന്താ പറഞ്ഞത്? NPR ഉണ്ട്, പോപ്പുലേഷൻ രജിസ്റ്റർ വരാൻ പോകുന്നുണ്ട്, അതേപോലെ തന്നെ പൗരത്വ രജിസ്റ്റർ വരാൻ പോകുന്നുണ്ട്. അതെല്ലാമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് CAA. അപ്പം എന്താണ് ഇവിടെ ഈ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചില്ലേ? ആസാം സ്റ്റുഡൻസ് മൂവ്മെൻറ്റ് നൽകിയ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി എന്ത് പറഞ്ഞത്? അവിടെ NCR ഉണ്ടാക്കാൻ പറഞ്ഞത്. ആ NCR ഉണ്ടാക്കിയപ്പോഴാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ 40 ലക്ഷം ആളുകൾ, അതിൽ ഭൂരിപക്ഷ ആൾക്കാരുമാണ് ബംഗാളി ഹിന്ദുക്കളായിരുന്നു. ആ ബംഗാളി സംസ്ഥാന BJP ഘടകം ശക്തമായി രംഗത്ത് വന്നു. ഈ NCR അനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരെന്ന് പറഞ്ഞ് ബംഗാളികളായ ഹിന്ദുക്കളെ പുറത്താക്കുന്നത് അനുവദിക്കാൻ പാടില്ല. അപ്പോഴാണ് അമിത്ഷാക്ക് അമളി മനസ്സിലായത്. അങ്ങനെയാണ് അമിത്ഷാ എന്ത് ചെയ്ത് ആ NCR ക്രമീകരിച്ചത്. അങ്ങനെ ക്രമീകരിച്ചപ്പോഴാണ് ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ 19 ലക്ഷം ആളുകളായത്. അപ്പോൾ BJPക്കാർ വിചാരിച്ചത് ഈ 19 ലക്ഷം എന്തായാലും മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ സോർട്ട് ചെയ്ത് കണക്ക് മതം തിരിച്ച് നോക്കുമ്പോൾ എന്താണ്, അതിൽ 14 ലക്ഷം ആളുകളുമാരായിരുന്നു ഹിന്ദുക്കളായിരുന്നു. അപ്പോൾ കുടിയേറ്റത്തെ അഭയാർത്ഥികളായി വരുന്ന ആളുകളെ മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണരുത്. അതൊരു മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൻ്റെ പ്രശ്നമാണ്. നിങ്ങൾക്ക് മതനിരപേക്ഷ ജനാധിപത്യ ബോധമില്ല. അപരമതങ്ങളെ വെറുക്കുന്ന വിദ്വേഷത്തിൻ്റെ ഒരു പ്രത്യയശാസ്ത്ര അജണ്ടയാണ് RSSനുള്ളത്. ആ RSS അജണ്ട അനുസരിച്ചുള്ള ഒന്നാണ് ഈ CAA. അതുകൊണ്ട് തന്നെ പ്രിന്റു, താങ്കൾ എന്തു പറഞ്ഞ് ന്യായീകരിച്ചാലും ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വിരുദ്ധമായ ഈ നിയമം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. പൊതുജനങ്ങൾ വലിയ വികാരത്തോടുകൂടി അതിനെ. പക്ഷേ ഇത് ഇപ്പുറത്ത് നിൽക്കുന്ന മതനിരപേക്ഷ കക്ഷികളാകെ CAAക്കെതിരെ ഒരു പൊസിഷൻ എടുക്കുന്നു. പക്ഷെ അതിനകത്ത് തന്നെയുള്ള വൈരുദ്ധ്യങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നതാണ്? ഷിബു മീരാൻ, നോക്കൂ, ഇത് ഒരു CAA NRC പോലുള്ള വലിയ ഒരു വിഭജനാശയമാണ്. രാജ്യത്തിൻ്റെ അന്തസത്തയെ, ഭരണഘടനാ മൂല്യങ്ങളെ തകർക്കാൻ പോകുന്ന ഒരു വിപത്താണെന്നൊക്കെ നിങ്ങളെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുകയും അതേസമയം ആഭ്യന്തരമായി നിങ്ങൾ അതിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി തമ്മിലടിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യത്തിൽ വലിയൊരു കോസിൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ ചെറിയ ലാഭത്തിന് വേണ്ടി നിങ്ങൾ പരസ്പരം അടിക്കുന്നു എന്ന് പറയുന്ന ഒരു അശ്ലീല കാഴ്ച അതിനകത്തുണ്ടോ ഷിബു? നിഷാദ്, ചോദ്യത്തിന് ഉറപ്പായും മറുപടി പറയാം. അതിനു മുൻപ് ഇവിടെ BJP പ്രതിനിധി സൂചിപ്പിച്ച 1-2 കാര്യങ്ങൾ. ഒന്ന്, CAAയും NRCയെയും കൂട്ടിക്കെട്ടി ഈ പ്രതിപക്ഷ പാർട്ടികളാകെ കൂടി ഒരു വലിയ ഭയം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. നിഷാദ് തന്നെ ആവർത്തിച്ച് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച ആഭ്യന്തരമന്ത്രിയുടെ പ്രസംഗമുണ്ട്. आप लोग क्रोनोलॉजी समझो, पहले हम CAA लाएगा, फिर हम NRC लागू करेंगे, फिर इन घुसपैठियों को एक एक चुन करके बाहर फेंक देंगे. ഇത് ഉടച്ചു കയറ്റക്കാരെ ഓരോരുത്തരെയായി തെരഞ്ഞു പിടിച്ച് പുറത്തേക്ക് വലിച്ചെറിയുമെന്നാണ്. അപ്പോൾ അത് കണക്ട് ചെയ്തത് നമ്മളല്ല, ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് BJPക്ക് തന്നെയുള്ളൊരു അവകാശവാദം പറഞ്ഞാൽ പറഞ്ഞതുപോലെ നടപ്പാക്കുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ചാണക്യനാണ് അമിത്ഷാ എന്നാണ്. അപ്പം നമ്മുടെ ഭയം അസ്ഥാനത്തല്ല. ആ ഭയം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ഈ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നത് ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തന്നെയാണ്. ഒന്ന്. രണ്ടാമത്തേത്, ഇവർ ഈ വിദേശ രാജ്യങ്ങളിൽ നിന്ന് മതപരമായ പീഡനങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് കടന്നു വന്ന മനുഷ്യരെ കുറിച്ച് മുതലക്കണ്ണീരോർക്കുന്നു. അവർക്ക് CAA ഉപകാരപ്പെടില്ലെന്ന് BJPയുടെ പ്രതി മനസ്സിലാക്കണം. നിങ്ങളുടെ പ്രശ്നം അവരായിരുന്നുവെങ്കിൽ 1 വർഷം കൂടി കഴിയുമ്പോൾ 11 വർഷം ഇന്ത്യയിൽ ജീവിച്ചാൽ നോർമലൈസേഷൻ പ്രക്രിയയുടെ ഭാഗമായി അവർക്ക് സ്വാഭാവികമായും ലഭിക്കുന്നതാണ് ഈ പൗരത്വം. നിങ്ങൾക്ക് ഒറ്റ ഇന്റൻഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ മതപരമായൊരു വിഭജനം കൊണ്ടുവരിക. ഇത് നടന്നു കിട്ടിയാൽ ഇവിടുന്ന് അങ്ങോട്ട് ഈ രാജ്യത്തെ മനുഷ്യരെ മതപരമായി വിഭജിക്കുന്ന നിയമനിർമ്മാണങ്ങളുടെ ഒരു ഘോഷയാത്ര, അതുവഴി സമ്പൂർണ്ണമായൊരു മതരാഷ്ട്ര നിർമ്മാണം നിങ്ങൾ ലക്ഷ്യം വെക്കുന്നു. മൂന്നാമത്തേത്, നിങ്ങൾ ഈ പറയുന്ന അഭയാർത്ഥികൾ, ഇപ്പോൾ ആ അഭയാർത്ഥികൾ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ഹിന്ദു അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നിന്നൊരു മനുഷ്യനാണ് ശന്തനു ഠാക്കൂർ. അദ്ദേഹം ഇപ്പോൾ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഒരു ഘട്ടത്തിൽ ബംഗാളി ഹിന്ദുക്കൾ ഇത് ഏറ്റെടുക്കാതെ വരുമ്പോൾ ഇന്നലെ അദ്ദേഹം പറയുന്നത്, എനിക്ക് എൻ്റെ അമ്മ വഴി 11 വർഷത്തെ ഈ നോർമലൈസേഷൻ പ്രക്രിയയിലൂടെ പൗരത്വം ലഭിച്ചിട്ടുണ്ടെങ്കിലും ഞാനിതാ CAA വഴി ഒന്നുകൂടി അപേക്ഷിക്കാൻ പോകുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധ്രുവീകരണമല്ലാത്ത മറ്റൊന്നും
ആ അഭയാർത്ഥികളോട് അല്ലെങ്കിൽ ഇല്ലീഗൽ മൈഗ്രൻസ് നമ്മൾ വിളിക്കുന്ന ആ മനുഷ്യരോട്, അവരുടെ യാതനകളോട് 1% ആത്മാർത്ഥത നിങ്ങൾക്കില്ല. അത് രാജ്യത്തിന് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്നുണ്ട്. ഇലക്ട്രൽ ബോണ്ട് പോലെ രാജ്യത്തിന്റെ മുൻപിൽ ED, അതേപോലെ തന്നെ CBI, IT തുടങ്ങിയ പേനാക്കത്തികൾ കാണിച്ച് രാജ്യത്തെ വ്യവസായികളെ മുൾമുനയിൽ നിർത്തി നിങ്ങൾ നടത്തിയ ഗുണ്ടാപിരിവിന്റെ അറയ്ക്കുന്ന കഥകൾ ഓരോന്നോരോന്നായി പുറത്തു വരും എന്ന് ഉറപ്പായപ്പോൾ മുഖം രക്ഷിക്കാൻ നിങ്ങൾ തട്ടിക്കൂട്ടിയെടുത്ത നാടകമാണ്. മനുഷ്യരെ തമ്മിലടിക്കുക എന്നതിനപ്പുറത്ത് പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നതോ ഇവിടെ താമസിക്കുന്നതായ ഒരു മനുഷ്യനോട് പോലുമുള്ള ദയവായ വായ്പ് നിങ്ങളുടെ ഹൃദയത്തിൽ ഇല്ല എന്ന് പറഞ്ഞു വെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇനി നിഷാദ് ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പൗരത്വ നിയമനിർമ്മാണത്തിന് ശേഷം ഈ രാജ്യത്ത് നടന്നിട്ടുള്ള ഒരു സമരങ്ങളെയും നിഷാദ് ഞങ്ങൾ മുൻവിധിയോടെ സമീപിച്ചിട്ടില്ല. ഞങ്ങൾക്കിത് രാഷ്ട്രീയ നേട്ടത്തിനുള്ള വിഷയമല്ല. ഈ നിയമം പാസാക്കപ്പെട്ടതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പാളയത്തെ രക്തസാക്ഷി മണ്ഡപത്തിന് മുൻപിൽ സമരം നടത്തിയപ്പോൾ ആ സമരപ്പന്തലിലേക്ക് കയറി ചെന്നവരാണ് ഞങ്ങൾ. കേരള നിയമസഭ പ്രമേയം പാസാക്കിയപ്പോൾ ആ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തവരാണ് ഞങ്ങൾ. ദൗർഭാഗ്യവശാൽ ആ സമരം മുന്നോട്ട് പോയ ഒരു ഘട്ടം വന്നപ്പോൾ ഈ കേരളത്തിലൊരു പച്ചക്കള്ളം എന്താണ് CAA വിഷയത്തിൽ ഒരു ഘട്ടത്തിൽ ഇവർ പറഞ്ഞു മുസ്ലിം ലീഗ് എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന പ്രചരണം കൊണ്ടുവന്നു, കോൺഗ്രസ് എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ല എന്ന പ്രചരണം കൊണ്ടുവന്നു. അത് ആദ്യം സൈബർ സഖാക്കൾ പറഞ്ഞു, പിന്നീട് ചാനൽ ചർച്ചയിൽ CPM പ്രതിനിധികൾ ഏറ്റെടുത്തു. ഒരു ഘട്ടത്തിൽ വൈകിട്ട് 6 മണിക്കത്തെ പത്രസമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പോലും ആ പച്ചക്കള്ളം ആവർത്തിച്ചു. ആരാണ് നിഷാദ് ചാമ്പ്യനാവാൻ ശ്രമിച്ചത്? ഞങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തിട്ടില്ലേ? ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ കൂടെ നിന്നിട്ടില്ലേ? CPM-നോട് പോലും ഞങ്ങൾ ഞങ്ങളുടെ കൈമുട്ടുകളും കൊടികളും ചേർത്ത് വെച്ച് പൗരത്വ നിയമത്തിനെതിരായ സമരത്തിന്റെ കൂടെ നിന്നത് ഈ വിഷയത്തെ അതിന്റെ എല്ലാ സ്പിരിറ്റിലും ഉൾക്കൊള്ളുന്നത് കൊണ്ടാണ്. ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ രക്ഷകവേഷം കെട്ടാൻ CPM കളിച്ച നാടകമാണ് ദൗർഭാഗ്യവശാൽ ഇത്തരം ചർച്ചകളിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. ഞങ്ങൾ വോട്ട് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ട്. രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ മുസ്ലിം ലീഗിന്റെ കേസ് ലീഡ് കേസാണ്. രമേശ് ചെന്നിത്തല അത് കക്ഷിയാണ് തുടങ്ങിയ പകൽ പോലെ എനിക്കും നിഷാദിനും പറയുന്ന ആളുകൾക്കും അറിയാവുന്ന സത്യം മറച്ചു വെച്ചിട്ടൊരു ഡയലോഗ് ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ ഈ സമരത്തിൽ വഹിച്ച പങ്ക് ചൂണ്ടിക്കാണിച്ചു എന്നല്ലാതെ ഒരു ഘട്ടത്തിലും ഇതിന്റെ ചാമ്പ്യന്മാരാവുക എന്ന ദുരുദ്ദേശം ഞങ്ങൾക്കില്ല. പ്രശ്നമുണ്ടല്ലോ കേരളത്തിൽ ഇപ്പോൾ പൗരത്വ സമരം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പൗരത്വ നിയമ ഭേദഗതി ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായിരിക്കെ UDF അതിൽ വഞ്ചനാപരമായ നിലപാട് സ്വീകരിച്ചു എന്നൊരു ആഖ്യാനം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടോ? അതിനകത്ത് വസ്തുതയുടെ പ്രശ്നമുണ്ടെന്ന് പറയുകയാണ് ലീഗിന്റെ പാനലിസ്റ്റ്. ലീഗിന്റെ പ്രതിനിധി ഈ ചർച്ചയിൽ ഒരു ധർമ്മസങ്കടത്തിലാണെന്ന് എനിക്കറിയാം. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ മുമ്പിൽ പാർലമെൻ്ററി നടപടിക്രമങ്ങളുടെ പ്രൊസീഡിങ്സിൻ്റെ രേഖകളുണ്ടല്ലോ. രാജ്യസഭയിൽ, ലോകസഭയിൽ BJPക്ക് ഭൂരിപക്ഷമുണ്ട്. അവിടെ നിങ്ങൾ വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും എന്താണ് അത് പാസ്സാക്കാൻ അവർക്ക് കഴിയും. പക്ഷേ രാജ്യസഭയാണല്ലോ. ഇപ്പോൾ രാജ്യസഭയെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് വൺ നേഷൻ വൺ ഇലക്ഷൻ പോലുള്ള പ്രൊജക്റ്റുമായിട്ട് BJP ഇറങ്ങിയിരിക്കുന്നത്. ആ രാജ്യസഭയിലുണ്ടല്ലോ ഈ രാജ്യത്തെ പ്രതിപക്ഷങ്ങളെ ആകെ ഏകോപിപ്പിച്ചിരുന്നുവെങ്കിൽ, അതിന് മുൻകൈ എടുത്തിരുന്നെങ്കിൽ NDAയിലെ ഘടകകക്ഷികൾക്ക് വരെ എന്താണ് ഈ പൗരത്വ നിയമത്തിൽ വലിയ ആശങ്ക ഉണ്ടായിരുന്നു. അങ്ങനെ ഏകോപിപ്പിച്ച ആ നിയമത്തെ പാർലമെൻറ്റിൽ പരാജയപ്പെടുത്താനുള്ള ഒരു മുൻകൈയും മുഖ്യ പ്രതിപക്ഷ പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിനുണ്ടായില്ല. രാജ്യസഭയിൽ 125 വോട്ടാണ് ഈ ബില്ലിന് അമിത്ഷായുടെ ബില്ലിന് അനുകൂലമായി വന്നത്. 105 വോട്ടുകൾ എന്താണ് എതിരായി വന്നതാണ്. ഈ 125ഉം 105ഉം തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ നേരിയതാണ്. അത് പരിഹരിക്കാൻ പാർലമെൻ്ററി നടപടിക്രമത്തിനകത്ത് പ്രതിപക്ഷ പാർട്ടികളെയും ഈ ബില്ലിനെതിരായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളെ നമ്മൾ അത് കണ്ടല്ലോ. ഈ ഫാം ലോസ് വന്നപ്പോൾ നമ്മളത് ചെയ്തല്ലോ. അങ്ങനെയല്ലേ ഫാം ലോസ് പിൻവലിക്കുന്നൊരവസ്ഥയിലേക്ക് BJP എത്തുന്നത്. എന്തുകൊണ്ട് മുഖ്യ പ്രതിപക്ഷ പാർട്ടി എത്തിയില്ല എന്ന കാര്യം മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഷിബു മീരാനോട് ഞാൻ പറയുന്നു, NIAക്ക് എന്തിനു വേണ്ടിയാണ് കൈപൊക്കിയത്? മുത്തലാഖിന് എന്തിനു വേണ്ടിയാണ് കൈപൊക്കിയത്? അതെല്ലാം കഴിഞ്ഞിട്ട് ഈ നിയമനിർമ്മാണം ഇപ്പോൾ ഈ പൗരത്വ പ്രശ്നമൊക്കെ പാർലമെൻറ്റിൽ ചർച്ചയ്ക്ക് വന്നപ്പോൾ എന്താണ് പൗരത്വ ഭേദഗതി സ്വാഗതം ചെയ്ത് പ്രസംഗിച്ച ആളാണ് അന്നത്തെ രാജ്യസഭയിലെ കോൺഗ്രസ് നേതാവ്, കോൺഗ്രസ് ലീഡർ എന്ന കാര്യമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷെ ഞാൻ ഈ BJP പ്രതിനിധിയിരുത്തിയുള്ളൊരു ചർച്ചയിൽ നമ്മൾ തമ്മിൽ അങ്ങനെ തർക്കിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. ഈ കാര്യത്തിൽ UDFിൻ്റെ നിലപാടുകളെ, കേരളത്തിലെ UDFിൻ്റെ നിലപാടുകളെ വിമർശിക്കുന്നത് മറ്റൊന്നുകൊണ്ടുമല്ല. അവരിപ്പോഴും എന്താണ് പൗരത്വ നിയമം ഉൾപ്പെടെയുള്ള BJP കൊണ്ടുവന്ന ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുള്ള നിയമനിർമ്മാണങ്ങളെ അതിശക്തമായി എതിർക്കാൻ തയ്യാറായിട്ടില്ല. NIA UAP പോലുള്ള നിയമങ്ങളെ അവർ പിന്തുണച്ചിട്ടുണ്ട്. മുത്തലാഖ് നിയമത്തെ, ഷിബു മീരാൻ ഇവിടെ ഉണ്ടല്ലോ, പറയട്ടെ, മുത്തലാഖ് നിയമത്തെ വരെ അവരെന്താണ് നിരോധന നിയമത്തെ വരെ അവർ പിന്തുണച്ചിട്ടുണ്ട്. ഇനി ഷിബു മീരാനെ നമ്മൾ സംസാരിക്കുന്ന ലോകമെന്ന് പറയുന്നത് ഏതാണ്?
നമ്മളെക്കാൾ നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് വിവരമുണ്ട്. മല്ലികാർജ്ജുന ഖാർഗെ. അപ്പോൾ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പിലെ നയം വ്യക്തമാക്കാൻ വിളിച്ച പത്രസമ്മേളനത്തിൽ ഈ അധ്യക്ഷനോട് ചോദിച്ചില്ലേ മാധ്യമപ്രവർത്തകർ, മിസ്റ്റർ ഖാർഗെ, നിങ്ങൾ CAA പിൻവലിക്കുമെന്ന ഗ്യാരണ്ടി നൽകുമോ എന്ന്. അദ്ദേഹം എന്താ പറയുന്നത്? CAAക്ക് എതിരാണെങ്കിൽ, CAAക്ക് നിങ്ങൾ താത്വികമായി എതിരാണെങ്കിൽ എന്തുകൊണ്ടാണ് രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്? എന്തുകൊണ്ടാണ് ഖാർഗെ പറയാതിരുന്നത്? അത് ഇതിനെക്കുറിച്ചൊരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ. പറയാതിരുന്നത് എന്തുകൊണ്ടാണ്? താത്വികമായി CAAക്ക് കോൺഗ്രസിലെ പലരും എതിരല്ല, അതാണ് പ്രശ്നം. ആ കാര്യം മനസ്സിലാക്കാതെ ഷിബു മീരാനെ, നമ്മൾ ഈ ഇങ്ങനെയൊക്കെയുള്ള ഒരു ചർച്ച നടത്തുന്നത് നമ്മുടെ തലക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു വാളിന് കീഴെ നിന്നുകൊണ്ടാണ്. അതിനകത്ത് പൊസിഷൻ പ്രശ്നം ഉണ്ടെന്ന് പറയാണ് താങ്കൾ. വേറെ ചില കാര്യങ്ങളിൽ തർക്കമുണ്ടെങ്കിലും ഞാനൊന്ന് ഷിബുവിൻ്റെ മറുപടിയിലേക്ക് വരുന്നതിന് മുൻപേ, പ്രിന്റു, ഇതിപ്പോൾ കോടതിയിലാണല്ലോ. ഇപ്പോൾ കോടതിയിൽ ഇതിൻ്റെ പ്രയർ മുന്നോട്ട് വെക്കുമ്പോൾ അവർ ഈ ഹർജിക്കാർ പറയുന്ന ഏറ്റവും പ്രധാന സംഗതി ഇതിന് ഭരണഘടനാ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഭരണഘടന അതിൻ്റെ പൗരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്ന എവിടെയെങ്കിലും മതത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല എന്ന് കാണാം. മതത്തെക്കുറിച്ച് കംപ്ലീറ്റ് ആയിട്ട് സൈലൻസ് എടുക്കുകയാണ് ഭരണഘടന എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. നോക്കൂ, മതപരമായ ഒരു രാജ്യം അപ്പുറത്തുണ്ടാവാൻ വേണ്ടി വളരെ രക്തരൂക്ഷിതമായ ഒരു വിഭജന കാലം കഴിഞ്ഞവരാണ് നമ്മളെന്നറിയാം. ആ വിഭജനത്തിന് ശേഷം എഴുതി ഉണ്ടാക്കിയ ഭരണഘടനയിൽ പോലും ഓടി വരുന്നവർക്ക് മതം നോക്കി പൗരത്വം കൊടുക്കണം എന്ന് എഴുതിയിട്ടില്ല പൂർവ്വപിതാക്കന്മാർ. അപ്പോൾ ആ നിലക്കുള്ള സൂക്ഷ്മത ഭരണഘടനയിൽ കാണാം. അത് വെച്ചിട്ടാണ് കോടതിയിലുള്ള കേസ്. എടുത്തു കളയും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അങ്ങനല്ല സാർ, ഇതിനകത്ത് തികച്ചും മനുഷ്യത്വപരമായിട്ടുള്ള ഒരു നിലപാടുണ്ട്. ആ നിലപാട് ആരംഭിക്കുന്നത് 1947 മുതലാണ്. നിങ്ങൾ മനസ്സിലാക്കി, ആദ്യമായിട്ട് ഈ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്ന് പറഞ്ഞത് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധി 1947 സെപ്റ്റംബർ മാസത്തിലെ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനാ യോഗത്തിലാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നെഹ്റു ആയിക്കോട്ടെ, സർദാർ വല്ലഭായ് പട്ടേൽ ആയിക്കോട്ടെ, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി അടക്കം ഈ വിഷയത്തിൽ അഭയാർത്ഥികളെ സ്വീകരിക്കണം എന്നുള്ളതായിരുന്നു. നിങ്ങളുടെ പ്രകാശ് കാരാട്ട്, KT കുഞ്ഞിക്കണ്ണന്റെ പാർട്ടിയുടെ പ്രകാശ് കാരാട്ട് ആധികാരികമായി ഭാരതത്തിന്റെ പാർലമെന്റിനകത്ത് ഈ അഭയാർത്ഥികൾക്ക് അഭയം കൊടുക്കണമെന്ന്, അവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രത്യേക സാഹചര്യത്തിൽ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയും നടപ്പിലാക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു നിയമം നടപ്പിലാക്കുന്ന സമയത്ത് ഈ രാജ്യത്തിനകത്ത് അതിന്റെ പേരിൽ വംശീയപരമായിട്ടുള്ള കലാപങ്ങൾ ഉണ്ടാക്കുക, രാജ്യത്ത് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുക, ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ള അജണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാനിൽ നിന്നും മാത്രം വരുന്ന നോൺ മുസ്ലിം ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം പൗരത്വം കൊടുക്കണമെന്ന് പ്രകാശ് കാരാട്ടിനും CPM പൊതുവെ നമ്മുടെ ചോദ്യം നിങ്ങൾ ഉണ്ടാക്കിയ വ്യവസ്ഥയെ കുറിച്ചാണ്. ആളുകളെ ലോകത്തെവിടെ നിന്നും പ്രോസിക്യൂഷനും പീഡനവും അനുഭവിച്ച് ഓടി വരുന്ന മനുഷ്യരെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് എതിർക്കപ്പെടേണ്ട കാര്യമല്ല. അത് വിശാലമായ മാനവിക ബോധമാണ്. പക്ഷെ അതിനിടയ്ക്ക് പഴുതു വെക്കുന്ന പരിപാടി ഉണ്ടല്ലോ, മുസ്ലിങ്ങളാണ് കയറണ്ട എന്ന് പറയുന്നത്, അതാണ് വിമർശിക്കപ്പെടുന്നത്. അപ്പൊ എന്താണ് CPM-ന്റെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഈ സമാനമായ നിങ്ങളുടെ CAA-യുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അതേ നിലപാട് അവർക്ക് ഉണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? വ്യാജം പറയല്ലേ? ഉണ്ടായിരുന്നല്ലോ, ഇതേ നിലപാടായിരുന്നില്ല പാർട്ടി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്തായിരുന്നു ബംഗ്ലാദേശിലെ അഭയാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം ഉണ്ടായിരുന്നു? ബംഗാളിൽ ഭരണം നഷ്ടപ്പെട്ടാലും ത്രിപുരയിൽ ഭരണം നഷ്ടപ്പെട്ടല്ലേ നിലപാട് മാറ്റിയത്? നിങ്ങൾ പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? ബംഗ്ലാദേശിലുള്ള മുഴുവൻ അഭയാർത്ഥികൾക്കും അഭയാർത്ഥികളെയും മുഴുവൻ പൗരത്വം കൊടുക്കണമെന്നല്ലായിരുന്നു പാർട്ടിയുടെ നിലപാട്. ആ നിലപാട് ബംഗാൾ എന്ന് പറഞ്ഞ സ്ഥലത്ത് നാമാവശേഷമായപ്പോഴാണ് ഇവർ ഈ നിലപാട് തിരുത്തിയത്. ഇതിന് ഏറ്റവും കൂടുതൽ വാദിച്ച ഒരാൾ പ്രകാശ് കാരാട്ടാണ്. മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങൾ നടപ്പിലാക്കിയത്, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിലെ കീറാമുട്ടി ആയിട്ടുള്ള രാമക്ഷേത്രം ആയിക്കോട്ടെ, ആർട്ടിക്കിൾ 370 ആയിക്കോട്ടെ, CAA ആയിക്കോട്ടെ, ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുത്ത ഉറപ്പാണ്. ആ ഉറപ്പാണ് ഞങ്ങൾ നടപ്പിലാക്കിയത്. ഇപ്പൊ നേരത്തെ അഡ്വക്കേറ്റ് ഷിബു മീരൻ പറഞ്ഞല്ലോ, 11 വർഷം സ്വാഭാവികമായി കാത്തിരുന്ന് കഴിഞ്ഞാൽ പൗരത്വം കിട്ടുമല്ലോ. ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ അധികാരത്തിൽ വന്ന് 5 വർഷത്തിനകം ഞങ്ങൾ CAA നടപ്പിലാക്കും. ആ നടപ്പിലാക്കുമ്പോൾ ഞങ്ങൾ ഈ രാജ്യത്തെ ഒരു പൗരനെ പോലും ബാധിക്കുന്നില്ല, ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരാളെ പോലും ബാധിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞതിന്റെ കഥ പറയുമ്പോഴാണ് നിങ്ങൾ പറഞ്ഞ NRC-യുടെ കാര്യം ഞാൻ ചോദിക്കുന്നത്. അപ്പൊ താങ്കൾ അതിൽ നിന്ന് വഴുതിക്കളയാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പിലാക്കുമെന്ന് ഇപ്പൊ താങ്കൾ തന്നെ പറയാണ്. ഈ പറഞ്ഞ കാര്യമാണ് ചോദിക്കുന്നത്. ഞങ്ങൾ NRC നടപ്പിലാക്കും, പൗരത്വ രജിസ്ട്രി, എല്ലാവരുടെയും പൗരത്വം പരിശോധിക്കും, ഓരോന്നിനെയും പെറുക്കിയെടുത്ത് കളയും എന്ന് പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ എന്താ മൗനം അവലംബിക്കുന്നത്? അല്ല സാർ, അങ്ങനെ ഓരോരുത്തരെയും പെറുക്കിയെടുത്ത് 25 കോടി മുസ്ലിങ്ങളും ഈ രാജ്യത്ത് കളയാൻ പറ്റുമോ സാർ? പറ്റുന്ന കാര്യമല്ല. പക്ഷെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടല്ലോ, ആളുകളെ ഭീതിപ്പെടുത്തുക, ഭയപ്പെടുത്തുക. ശരി. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കും. ആർട്ടിക്കിൾ 370 നിങ്ങൾക്ക് കോടതി നിങ്ങളുടെ വെറ്റ് ചെയ്തിട്ടുള്ളതാണ്, കോടതി അംഗീകരിച്ചതാണ്.
നിങ്ങൾ രാമക്ഷേത്രം കോടതി അംഗീകരിച്ചിട്ടുള്ളതാണ്. നിങ്ങളുടെ കോൺഫിഡൻസിനെ ഞാൻ തെറ്റു പറയില്ല. ഓക്കെ, ഷിബു, ഇതിനകത്തുള്ള മറുപടി എന്താണ്? ശരിയാണ്, ടെക്നിക്കലി വസ്തുതാന്വേഷണം നടത്തിയാൽ വോട്ട് ചെയ്തതിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയും. പക്ഷേ ഒരു നാഷണൽ സിനാരിയോ എടുക്കുമ്പോൾ നിങ്ങളുടെ മുന്നണിയുടെ മദർ പാർട്ടിയായ കോൺഗ്രസിന് ഒരു പൊസിഷൻ പ്രശ്നമുണ്ട് എന്ന് പറയാണ് കെ.ടി. കുഞ്ഞിക്കണ്ണൻ. അതായത് ഒരു ബ്രീഫിങ്ങിനിടയിൽ CAA റൂൾസ് വന്നല്ലോ, എന്താ നിലപാടെന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആരാണ്? മല്ലികാർജ്ജുൻ ഖാർഗെ. രാത്രി ആലോചിച്ച് പിന്നെ പറയാമെന്ന്. എവിടെയെങ്കിലും ഒരു സ്ട്രോങ് പൊസിഷൻ പറയുന്നത് കണ്ടിട്ടില്ല. ഞങ്ങൾ വന്നാൽ ഈ കാർഷിക നിയമങ്ങൾ എടുത്തു കളയുമെന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധിയെ പോലെ ഞങ്ങൾ വന്നാൽ CAA കളയും എന്ന് പറയുന്നില്ല. അപ്പോൾ ദേശീയ തലത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ കോൺഗ്രസ് അധൈര്യപ്പെടുന്നു. അവരുടെ കൂടെയാണ് നിങ്ങൾ നിൽക്കുന്നത്. അത് ഓഡിറ്റ് ചെയ്യേണ്ട കാര്യമല്ലെന്ന് ചോദിക്കുകയാണ് കെ.ടി. തീർച്ചയായും കെ.ടിയുടെ ചോദ്യത്തിന് മറുപടി പറയുന്നത് ഇവിടെ BJP പ്രതിനിധി 2 വട്ടം മുസ്ലിം ലീഗ് എന്തോ കലാപശ്രമം. ഞാൻ ഒറ്റ ഉദാഹരണം പറയാം. ഇന്ന് വൈകിട്ട് 6:30 ബാംഗ്ലൂരിൽ ഉണ്ടായ ഒരു സംഭവമുണ്ട്. അവിടുത്തെ ഒരു പള്ളിയിൽ നോമ്പ് തുറക്കി ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ എവിടെയോ ഒരു തെരുവിൽ ഒരു വിവേകശൂന്യനായ ചെറുപ്പക്കാരൻ വലിയ ശബ്ദത്തിൽ ഹനുമാൻ ചാലിസ്യം വെച്ച് അവിടെ ഒരു ചെറിയ സംഘർഷം ഉണ്ടായി. സംഘർഷം ഉണ്ടായാൽ നാട്ടിൽ ആരും അത് പിരിച്ചുവിടാൻ ശ്രമിക്കും. ഇവിടെ സംഭവിച്ചത് അവിടെ നിന്നുള്ള BJP സ്ഥാനാർത്ഥി കേന്ദ്രമന്ത്രിയായ ശോഭാ കലന്തരജയും തേജസ്വി സൂര്യയും അവിടെ വന്ന് വലിയ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആയിരക്കണക്കിന് ആളുകൾ അവിടെ സംഘടിച്ചു. ബാംഗ്ലൂർ പോലീസ് സമയോചിതമായി ഇടപെട്ടത് കൊണ്ടാണ് ആ കലാപം ഇല്ലാതായത്. വർഷങ്ങൾക്ക് മുൻപ് അവിടെ തളിയിൽ ക്ഷേത്രത്തിന്റെ ഒരു ഗോപുരവാതിൽ കത്തിക്കപ്പെട്ടപ്പോൾ അവിടെ ഓടിയെത്തി എല്ലാവരെയും കൂട്ടിയിരുത്തി അത് പുനർനിർമ്മിക്കാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ച് ഒരു കലാപത്തെ ഊതിക്കെടുത്തിയ പാണക്കാട്ടെ തങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങൾ. 2.5 മണിക്കൂർ മുമ്പ് പോലും ഈ രാജ്യത്ത് ഒരു കലാപത്തിന്റെ സാധ്യത തേടിയവരാണ് നിങ്ങൾ. നമ്മൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. തൽക്കാലം ഞാൻ അവിടെ പറഞ്ഞു നിർത്താണ്. പിന്നീട് സഖാവ് കെ.ടി പറഞ്ഞതിലേക്ക് എനിക്ക് സഖാവ് കെ.ടിയോട് ബഹുമാനമുണ്ട്. കാരണം അദ്ദേഹം ഇപ്പോൾ വോട്ടിംഗ് പാറ്റേൺ ഒക്കെ പറയുന്നുണ്ട്. നേരത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചില CPM നേതാക്കളും പറഞ്ഞത് കോൺഗ്രസും ലീഗും വോട്ട് ചെയ്തിട്ടേ ഇല്ല, എന്തോ ബാത്റൂമിൽ പോയി ഒളിച്ചിരിക്കുകയായിരുന്നതാണ്. ഇപ്പോൾ അദ്ദേഹം വോട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ രാജ്യസഭയിൽ വേണ്ടത്ര ഏകോപനം കൊണ്ടുവന്നിട്ടില്ല എന്നതാണ്. രണ്ടാമത് അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു പ്രശ്നം, ലീഗ് ഇവിടെ UDFന്റെ ഭാഗമാണ്. UDFനെ നയിക്കുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ പ്രസിഡന്റാണ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇതിൽ നിലപാട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ലീഗ് മറുപടി പറയണമെന്നാണ്. നമ്മൾ നിഷാദ് മറന്നു പോരുതാത്തൊരു കാര്യമുണ്ട്. നമ്മളിപ്പോ തൊട്ടടുത്തേക്ക് പോയാൽ മധുരയിൽ അവിടുത്തെ BJPയുടെ സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി വെങ്കടേശന്റെ തെരഞ്ഞെടുപ്പ് മെറ്റീരിയലിൽ ഒരു ഭാഗത്ത് മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ, ഇടത് ഭാഗത്ത് രാഹുൽ ഗാന്ധി കോൺഗ്രസിന്റെ നേതാവല്ലേ? ഇനി തമിഴ്നാട്ടിലേത് DMK നയിക്കുന്ന മുന്നണിയാണ്. ശരി, സമ്മതിച്ചേക്കാം. ത്രിപുരയിലേക്ക് വാ, ആകെ 3 സീറ്റോ മറ്റോ, 2 CPM മത്സരിക്കും, ഒരിടത്ത് കോൺഗ്രസ് മത്സരിക്കും. ഈ കോൺഗ്രസിന്റെ ആ കോൺഗ്രസും എന്തിനാ നിങ്ങൾ പിന്നെ ഈ കോൺഗ്രസുമായിട്ട് ഞങ്ങൾ കൂട്ടില്ല എന്ന നിലപാട് ത്രിപുരയിൽ സ്വീകരിക്കാത്തത്? തൊട്ടപ്പുറത്ത് ബംഗാളിലേക്ക് വാ. ബംഗാളിലേക്ക് നിങ്ങൾ ഈ പരിഹസിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ആഴ്ചകൾക്ക് മുൻപ് ആസാമിൽ നിന്ന് പ്രവേശിച്ചപ്പോ സഖാവ് കെ.ടി. കുഞ്ഞിക്കണ്ണൻ ഈ കേരളത്തിൽ താങ്കൾ ഉയർത്തിപ്പിടിക്കുന്ന ചോരച്ചെങ്കുടി വാനിലേക്ക് ഉയർത്തി അവിടെ ആ ജാഥയെ വങ്കനാടിന്റെ മണ്ണിലേക്ക് സ്വീകരിച്ച ആളിന്റെ പേര് ഞാൻ പറയട്ടെ. പൊസിഷൻ ഇല്ലാന്ന് താങ്കൾ സമ്മതിക്കുകയാണ്. CPM-ന് എതിർപ്പില്ലല്ലോ മറുവാദം പറയുന്നത്. അല്ല ഞാൻ അതിലേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ മറുപടി പറയേണ്ട ഒരു മോറൽ ക്വസ്റ്റ്യൻ അതിൽ ഉണ്ടെങ്കിൽ കേരളത്തിൽ മാത്രമല്ല അത് ഉന്നയിക്കപ്പെടേണ്ടത്, രാജ്യം മുഴുവൻ. ആ ജാഥ സ്വീകരിച്ചത് മുഹമ്മദ് സലീമാണ്. ഷിബു, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, കേരളത്തിലെ കോൺഗ്രസ്സുകാർ BJPക്കാരെ പോലെ സംസാരിക്കുക. VD സതീശൻ്റെ പ്രസ്താവനകൾ നോക്കൂ നിങ്ങൾ. പാർലമെൻറ്റ് അംഗീകരിച്ചൊരു നിയമം നടപ്പാക്കാതിരിക്കാൻ പറ്റുമോ? പിണറായി വിജയൻ കള്ളത്തരം കാപട്യം കാണിക്കില്ലേ എന്ന്. കാപട്യമാണോ അത്? നിങ്ങൾ കോടതിയിൽ പോയിട്ടില്ലേ? ഞങ്ങൾ കോടതിയിൽ പോയിട്ടില്ലേ? ഭരണഘടനയുടെ ആർട്ടിക്കിൾ 31 നൽകുന്ന ഫെഡറൽ തത്വങ്ങളുമായി ബന്ധപ്പെട്ട ഒരു അവകാശത്തെ ഉപയോഗിച്ചല്ലേ നമ്മൾ പോരാടുന്നത്? അപ്പൊ നമ്മുടെ രാജ്യത്ത് ഈ നിയമത്തെ എതിർക്കുമ്പോൾ സതീശനും സുധാകരനും BJPയുടെ ഒരു പൊളിറ്റിക്കൽ പ്രൊജക്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളിൽ നല്ലൊരു ശതമാനം, ഞാൻ ഇപ്പോഴും കരുതുന്നത് ഷിബു മീരാന് അത് പിന്നാലെ മനസ്സിലാകും, അവരിപ്പോഴും എന്താണ് താങ്ക് യു കെ.ടി. കുഞ്ഞിക്കണ്ണൻ, ഷിബു മീരാൻ, പ്രിന്റ് 2 മഹാദേവി ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്.